ജനാധിപത്യ കേന്ദ്രീകരണം ആണെങ്കിലും പാർട്ടി ഘടകങ്ങളിൽ അന്ന് നല്ല രാഷ്ട്രീയ ചർച്ചകളുണ്ടായിരുന്നു. അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് ആൻസർ ചെയ്യാൻ ആളുണ്ടായിരുന്നു. അത് എനി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ? ഞാനെന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഒരു കാലഹരണം സംഭവിച്ചു എന്നാണ് എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത്. അതായത് ഒന്ന് ഈ മാർക്സും എംഗൽസും ഒക്കെ ആ കാലഘട്ടത്തിൽ ആ യൂറോപ്യൻ സിറ്റുവേഷനിൽ കാര്യങ്ങൾ അസസ് ചെയ്തപ്പോൾ അവർ കണ്ടൊരു പോംവഴിയാണ്. വേറെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അവരുടെ ആത്മാർത്ഥത നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അവർക്കുള്ള അവരുടെ മനസ്സിനൊന്ന് എത്തിച്ചേരാവുന്ന ഒരു സൊല്യൂഷൻ അതാണ്. അപ്പോൾ അത് മാർക്സ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഇവിടെയുള്ള എല്ലാ ഫിലോസഫിയും ഈ ലോക സംഭവവികാസങ്ങൾ വ്യാഖ്യാനിച്ചതേ ഉള്ളൂ. ഞങ്ങളതിനെ മാറ്റിമറിക്കാനുള്ള ഫിലോസഫി ആയിട്ടാണ് വന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയൊക്കെ സംഘടിപ്പിച്ച് ഒരു സയൻറ്റിഫിക് സോഷ്യലിസം ആണ് അവർ വിഭാവനം ചെയ്തത്. കാരണം സോഷ്യലിസം വേറെ ഇങ്ങോട്ട് കുറേ എല്ലാവരും പറയാവുന്നതാണ് സോഷ്യലിസം. അവരുടെ സോഷ്യലിസം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഒരു സയൻറ്റിഫിക് സോഷ്യലിസമാണ്, ശാസ്ത്രീയ സോഷ്യലിസമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്നിപ്പോൾ മാർക്സ് ഇതൊക്കെ എഴുതുന്ന ബ്രിട്ടനിലിരുന്നാണല്ലോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും. അപ്പോൾ ആ ബ്രിട്ടനിലെ അന്നുള്ള ഈ പോപ്പുമാർ, ബിഷപ്പുമാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവരേത് വിധത്തിലാണ് ഭരണകക്ഷികളുമായിട്ട് ചേർന്നിട്ട് എല്ലാവരെയും ദ്രോഹിക്കുന്ന തരത്തിലൊക്കെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് നല്ലൊരു വിരോധം പൊതുവെ ഒരു റിലീജിയസ് ഹെഡിനോടൊക്കെ, പ്രീസ്റ്റ് ക്ലർജി ക്ലാസ്സിനോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൽ വ്യക്തമാണ്. അദ്ദേഹം ഒരുപാട് ഇസ്ലാമിനെ ഒന്നും മനസ്സിലാക്കിയതായിട്ടുള്ള വലിയ എവിഡൻസ് ഒന്നുമില്ല. ലെനിൻ കുറച്ചൊക്കെ കൂടുതൽ, ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഈ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വത്തിനെ കുറിച്ചുള്ള സങ്കല്പം വികസിപ്പിച്ചത് ലെനിനാണ്. അത് മാർക്സിൻ്റെ കാലത്തുള്ളൊരു ഇഷ്യൂ അല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്രാകൃത കമ്മ്യൂണിസം, അടിമ ഉടമ സമ്പ്രദായം, നാടുവാഴിത്തം, മുതലാളിത്തം, പിന്നെ സോഷ്യലിസം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ എന്തായാലും സോഷ്യലിസത്തിൽ മനുഷ്യൻ എത്തിച്ചേരും. അപ്പോൾ അത് വിഭാവനം ചെയ്തിട്ട് അതിലേക്ക് എളുപ്പമെത്താൻ വേണ്ടിയുള്ളൊരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് പാർട്ടികൾ കാണുന്നത്. അതിന് ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ക്ലാസ് വർക്കിംഗ് ക്ലാസ്സാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ പിന്നെ ആ സങ്കല്പങ്ങളിലൊക്കെ പല പെശകളും പറ്റി. ഒരു ക്യാപിറ്റലിസം വളരെ ശക്തിപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല സോവിയറ്റ് യൂണിയൻ. എങ്കിലും അവിടെയാണ് ഇവർക്ക് ഭരണം കിട്ടിയത്. ബ്രിട്ടനിലെ മുതലാളിത്തത്തിന് അന്ന് 400 വർഷത്തെ പഴക്കമുണ്ട്. അത്ര മുതലാളിത്തം റേപ്പായിട്ടും അതിൽ നിന്ന് സോഷ്യലിസം പറന്നില്ല. ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേറെ ഒരു ഫ്യൂഡലിസം ഉള്ള സ്ഥലത്താണ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്യാപിറ്റലിസത്തിന് ശേഷം എന്നുള്ള സ്റ്റേജൊക്കെ അപ്പോഴേ പോയി. പിന്നെ ഈ ഇത് ഭരണകൂടം പൊഴിഞ്ഞു പോകും. കമ്മ്യൂണിസം വരുമ്പോൾ, കമ്മ്യൂണിസം വന്നിട്ടില്ലാത്തതുകൊണ്ട് പൊഴിഞ്ഞു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ ലക്ഷണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഭരണകൂടം പൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ല. ശരിക്കേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം സ്ഥാപിക്കലും അവസാനം കമ്മ്യൂണിസത്തിലേക്ക് പോകലൊക്കെ ആയിരുന്നു തുടങ്ങിയപ്പോൾ. അപ്പം അതൊന്നും ഉള്ളതായിട്ട് ഇല്ലയെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം എന്ന് പറയേണ്ടി വരും. ഒരു ഇതില്ലേ, രാജ്യദ്രോഹം ആവൂലേ അത്? അത് ഇപ്പോൾ അതൊക്കെ ആ മാറ്റങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തന്നെ മാർക്സിന് ശേഷം തന്നെ ധാരാളം ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ ആ മാറ്റങ്ങളൊക്കെ. ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ഒരു വലിയ വിമർശനം ഇവിടെ ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഇവരും ഒരു പോളിട്രേറ്റ് ഉണ്ടാക്കാനാണല്ലോ ഇവരും ശ്രമിക്കുന്നത്. അല്ല, ഇവരുടെ എന്താ വെച്ചാൽ ക്ലാസ് വാറാണ്. അതായത് ക്ലാസ് വാർ ഇല്ലാത്തൊരു കാലഘട്ടമാണ് പ്രൈമറി കമ്മ്യൂണിസം. പ്രൈമിറ്റീവ് ആയിട്ടുള്ള പീരീഡിൽ ഒരു പ്രാകൃത കമ്മ്യൂണിസം എന്ന ഒരു വിവക്ഷ നൽകാൻ കാരണം എന്തിനാ? പഴയ കാലത്ത് ഒരു പഴയകാലം സങ്കല്പിക്കുകയാണ്. ഒരു സങ്കല്പത്തിലൊരു കമ്മ്യൂണ് മനസ്സിൽ കാണുകയാണ്. അവിടെ ഈ വർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഉണ്ടായിരിക്കുന്നുണ്ടോ അറിയില്ല. ചരിത്രപരമായ ഭൗതികവാദം, ഹിസ്റ്ററി തന്നെ ഭൗതികവാദ വീക്ഷണത്തിലൂടെ കാണുകയാണ് അവർ. അങ്ങനെ കാണുമ്പോൾ അവർ കരുതുന്നത് അന്ന് എല്ലാവരും അധ്വാനിക്കുമായിരുന്നു
എല്ലാവരും പങ്കുവെക്കുമായിരുന്നു. അന്ന് മുതലാളി താഴെയുള്ളവനും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഏതാണ്ട് ഈക്വലാണ്. എന്നാൽ മാർക്സ് വിഭാവനം ചെയ്യുന്ന ആ തരത്തിൽ ഈക്വൽ ആയിട്ടില്ല, അത്ര ഡെവലപ്പ് ചെയ്ത്. അതുകൊണ്ട് അത് പ്രാകൃത കമ്മ്യൂണിസം. അത് കഴിഞ്ഞ് അടിമയും ഉടമയും വരുമ്പോൾ ഉടമകൾക്കെതിരായി അടിമകളുടെ സമരം ഉണ്ടായിരുന്നു. നാടുവാഴിത്തം വരുമ്പോൾ അടിയാളർ ഭൂവുടമകൾക്കെതിരെയുള്ള സമരം ഉണ്ടായിരുന്നു. മുതലാളിത്തത്തിൽ മുതലാളിക്കെതിരെ സമരമുണ്ട്. ഈ സമരങ്ങൾ മുഴുവൻ അവസാനിക്കുകയും ഈ ഭൂരിപക്ഷം വരുന്ന പ്രോഗ്രസീവായിട്ടുള്ള വർക്കിംഗ് ക്ലാസിൻ്റെ കയ്യിൽ ഭരണം വരികയും ചെയ്താൽ ആ വാർ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഒരു വർഗരഹിത സമുദായത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് വർഗ സമരങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ആ വർഗ സമരമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. കമ്മ്യൂണിസത്തിൽ തന്നെ ചില മാറ്റങ്ങൾ അന്നേ തിയറട്ടിക്കലായിട്ടൊക്കെ വന്നു. പല രാജ്യങ്ങളിലും യൂറോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വന്നു, മാവോയിസം വന്നു. അതൊക്കെ ഒരു ഡീവിയേഷനാണ് ഒറിജിനൽ മാർക്സിസത്തിൽ നിന്നുള്ള. ഇങ്ങനെ പല തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് പോയി. പല പുതിയ ആളുകളും പുതുതായിട്ട് പലതും എഴുതി. അങ്ങനെ വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ അവസാനം വന്നപ്പോൾ അതിന് അന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് പിരിച്ചു വിട്ടു. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഇപ്പം 1960 ഒരു മോസ്കോയിൽ 81 പാർട്ടീസിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സമ്മേളനം ചേർന്ന്. 81 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സാരല്ല, ആ 81 പാർട്ടികളുടെ സമ്മേളനം ചേരുമ്പോൾ ഡിസ്കഷനിൽ വന്ന പൊതു അഭിപ്രായത്തിൽ 79 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചൈനയും അൽബേനിയയും മാറി നിൽക്കുകയും ചെയ്തു. ആ ചൈനയും അൽബേനിയയും മാറി നിന്നു എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മനസ്സിലായി? ഇന്ത്യ അവിടെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ 79 ഇൻക്ലൂഡിങ് EMS. അദ്ദേഹം അടക്കം അതിന് പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒരു ധാരണയിൽ 79 പാർട്ടികൾ എത്തുകയാണ് ഒരു ഭൂരിപക്ഷ ധാരണയിൽ. എന്താണ് ധാരണ? അല്ല, അതിങ്ങനെ വിപ്ലവം സംഘടിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, എങ്ങനെ കമ്മ്യൂണിസ്റ്റിൽ എത്തിച്ചേരാം എന്നുള്ള കാഴ്ചപ്പാടിൽ ഡിഫറൻസ് വന്നപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ ഇലക്ഷൻ അടക്കം പ്രയോജനപ്പെടുത്തണം എന്നുള്ളിടത്ത് വരികയാണ്. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പും ഡെമോക്രസിയും ഇല്ലല്ലോ. അതിന് കാരണം എന്താ? 57 ഇവിടെ ഒരു ഗവൺമെൻറ് വന്നിട്ടുണ്ട് കേരളത്തിൽ, ലോകത്തിലാദ്യമായി ഇലക്റ്റഡ് ഗവൺമെൻറ്. പക്ഷെ അതൊരു രാജ്യത്തല്ല, ഒരു മൂലയിലാണ്. സമ്പൂർണ്ണ അധികാരം ഇല്ലാത്തൊരു സ്ഥാപനമാണല്ലോ സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ ഇത് വന്നപ്പോൾ ഇതും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെയും വരാൻ സാധിക്കുന്നുള്ളതിൻ്റെ ഒരു പുതിയ സാധ്യത തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി യൂട്ടിലൈസ്ഡ് എന്നൊക്കെ ഉള്ളതാണ് ഒരു മോസ്കോ ലൈനാണ്. അപ്പോൾ ചൈനീസ് വിപ്ലവം നടന്നത് 49 അവരുടെ വിപ്ലവം നടക്കുമ്പോൾ അത് ഗ്രാമങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അവർ പട്ടണം വളയുക, ഒരു ഗറില്ല വാർ പോലെയൊക്കെയാണ് മാവോയിസ്റ്റ് കൺസെപ്റ്റ്. അതൊരു ചെറിയ ഡീവിയേഷനാണ് മാറ്റിയത്. അപ്പോൾ അത് ഉള്ള മാവോയുടെ പാർട്ടിയും ഈ അൽബേനിയൻ പാർട്ടിയും ഒരുമിച്ച് നിന്ന് ഇത് വേറി നിന്ന് ഈ ഭൂരിപക്ഷ അഭിപ്രായം അന്ന് അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും നടപ്പിലാക്കേണ്ടുന്ന ഒരു ധാരണയാണത്. പക്ഷേ അത് കഴിഞ്ഞ് 60 അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്ക് ചൈനീസ് വാർ വരികയാണ്. 62 ഇന്ത്യ ആക്രമിക്കുകയാണ്. അപ്പോൾ തന്നെ ശരിയല്ലല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കില്ല എന്നാണ് കൺസെപ്റ്റ്. അത് ആക്രമിച്ചു. അപ്പോൾ നമ്പൂതിരിപ്പാടിനെയൊക്കെ സംബന്ധിച്ച് അത് മനസ്സിലാകാത്തൊരു സംഗതിയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യം എങ്ങനെ ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന അതിർത്തി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൂ ഈസ് ദ കൾപ്രിറ്റ് എന്നുള്ളത് വേട്ടക്കാരനും ഇര ആരാന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷേ CPI അപ്പോൾ കൃത്യമായിട്ട് അത് ഒരു ആക്രമണം തന്നെയാണ്, അപലപിക്കേണ്ടതാണ്. നമ്മൾ രാജ്യസ്നേഹികളായി നിന്നിട്ട് അതിനെ ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആക്രമിച്ചതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന പിന്നെ വിയറ്റ്നാമിനെ ആക്രമിച്ചിട്ടുണ്ട്. അന്നാണ് നമ്മളെ വാജ്പേയി വിദേശകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് ചൈനയിൽ അദ്ദേഹം പര്യടനം നടത്തുമ്പോൾ വിയറ്റ്നാമിനെ ആക്രമിച്ച കാരണത്താൽ അദ്ദേഹം പര്യടനം വെട്ടിക്കുറച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ചൈന വാജ്പേയി അടക്കം തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ 2 പേര് മന്ത്രിസഭയിലുള്ളപ്പോൾ BJPയുടെ ജനസംഘം. അപ്പോൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതേ സംഭവങ്ങളൊക്കെ വന്ന്, പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഈ വാറ് വന്നപ്പോൾ അതിനെക്കുറിച്ച് 2 പാർട്ടിക്കും ഡിസ്പ്യൂട്ടായി. 2 അഭിപ്രായം വന്നു പാർട്ടിയിൽ. ഒരു പാർട്ടിയുള്ളൂ, 2 അഭിപ്രായം വന്നു. അതൊരു കാരണമാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ മോസ്കോ ലൈൻ അല്ല ശരി, ചൈനീസ് ലൈനാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു ഇതിലുണ്ടായി. അപ്പോൾ 1963 ജൂൺ മാസത്തിൽ
63 ജൂണിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കത്തെഴുതി മറ്റു പാർട്ടികൾക്ക്. ലോങ് ലീവ് ലെനിനിസം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. വാസ്തവത്തിൽ ലെനിനിസത്തിൻ്റെ എതിരാണ്. അപ്പോൾ നീണാളുമായിട്ട് ഇറങ്ങും. ആ കത്തിൽ ഈ ചൈനീസ് ലൈനാണ് ശരി എന്നുള്ള മട്ടിൽ പറയുന്നവരാണ്. അവരുടെ പിന്നെ പാർട്ടിയുടെ മുഖപത്രത്തിൽ അത് സംബന്ധിച്ച് എഡിറ്റോറിയലൊക്കെ എഴുതി. അപ്പോൾ അവിടെ ഒരു ലൈൻ മാറി മാറി വരികയാണ്. അപ്പോൾ അത് ഈ പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള ഡിസ്പ്യൂട്ട് CPIയിൽ വളർന്നു വരികയാണ്. ഒരു CPI ഉള്ളൂ. 57 അധികാരത്തിൽ വന്നതും CPI ആണ്. ഒരുപാടാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയാണ്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ ഈ ഡിസ്പ്യൂട്ട് ഇവിടെ ശക്തിപ്പെട്ടു. പിന്നെ കോൺഗ്രസിനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ള തർക്കം ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല കോൺഗ്രസിനോട്. അതാണ് പരിഹരിക്കപ്പെടാത്തൊരു വിഷയം. അവർക്ക് കാസ്റ്റിനെ മനസ്സിലായിട്ടില്ല. അത് ഒരു വേറെ വിഷയമാണ്. നമ്മൾ അതിലെ ഈ വേൾഡ് കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ശരി, കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത് അഫ്ഗാൻ വാറല്ലേ? ശരിക്കൊരു വേൾഡ്, പിന്നെ ഒരു ലോകം, ഒരു ക്ലാസ് എന്നുള്ളതിന് ഒരു മതം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല. അഫ്ഗാൻ വാർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശമാണ് അഫ്ഗാനിസ്ഥാനിൽ 78 ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞതിനെതിരാണ്. അതെ, അവരും അങ്ങനെ മാറി. അവരും പിന്നെ അധിനിവേശം. കാരണം എന്താ വെച്ചാൽ സോവിയറ്റ് യൂണിയൻ അന്ന് മുതൽ ഈ ഇമ്പീരിയലിസ്റ്റ് ബ്ലോക്കിനെതിരായിട്ടുള്ള ശക്തമായ ഫൈറ്റിലാണ്. ശീതസമരമാണ്. കോൾഡ് വാറിൻ്റെ കാലമാണ്. അമേരിക്കയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവർ കുറേ മുന്നേറി, ഒരുപാട് പണം അവർ ചിലവാക്കിയിട്ട് പിന്നെ സ്പുട്നിക്കൊക്കെ പോയി ബഹിരാകാശ യാത്രകൾ നടത്തി, നല്ല മിലിറ്ററി ഉണ്ടാക്കി, ഇൻഡസ്ട്രി ശക്തിപ്പെട്ടു. അവർ കുറേ ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടായി. ക്വാളിറ്റി ഇല്ലെങ്കിലും ഈ മത്സരിച്ച് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ അവർക്ക് റിസോഴ്സസ് ഇനി ആവശ്യമാണ്. എണ്ണയാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം. ഇറാഖിലും ഈ മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇവർ കളിക്കാൻ കാരണമൊക്കെ അവിടുത്തെ അസംസ്കൃത പദാർത്ഥങ്ങളാണ്, റിസോഴ്സസ് ആണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അവർ കൈവശപ്പെടുത്തി. അങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റുമോ നോക്കി. അതിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധം ഉണ്ടായി. അങ്ങനെ അവർ പോയി. പിന്നെ അവർ പോയപ്പോൾ അമേരിക്ക വന്നു. കാരണം അമേരിക്ക അന്ന് റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത് അഫ്ഗാനിസ്ഥാനെ ശക്തിപ്പെടുത്തി. അതിൽ ഇസ്ലാമിക തീവ്രവാദമൊക്കെ ഉണ്ടാകുന്ന ആ ഘട്ടത്തിലല്ലേ? അത് ആയിരിക്കണം. അതിപ്പം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ളൊരു ഫിലോസഫി അതാണ്. ആരുടെ കയ്യിൽ? ഈ അഫ്ഗാൻകാരുടെ കയ്യിൽ ഒരു ഇസ്ലാമാണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇസ്ലാം തന്നെ പറയണം. അല്ലാതെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇവർ വന്നതിന് ശേഷമൊക്കെ ഉണ്ടായ കുറച്ചുള്ളൂ. മുഹമ്മദ് തറാക്കി, ഹാഫിസുള്ള അമീൻ, അങ്ങനെയൊക്കെ വന്ന കാലത്തുള്ള സമയത്തുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ഇന്നത്തെ ലോകത്ത് തന്നെ ഇസ്ലാമിക് കൺസെപ്റ്റ് തന്നെ ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റായിട്ട്, ഇമ്പീരിയലിസത്തിൻ്റെ ഫസ്റ്റ് എനിമിയായിട്ട് അവർ വെച്ചിരിക്കുകയാണല്ലോ. കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇമ്പീരിയലിസം ടാർഗറ്റ് ചെയ്യണത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ടാണ് ഈ ഫോബിയ ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഇമ്പീരിയലിസത്തിനെതിരായിട്ടാണ് എന്നും ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പോർച്ചുഗീസുകാർക്കെതിരായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും ഒക്കെ ഇതുണ്ടാക്കിയാൽ മതി. അപ്പോൾ അഫ്ഗാൻ വാറോട് കൂടിയാണ് അതിൻ്റെ അന്ത്യം എന്നൊന്നും പറഞ്ഞുകൂടാ. അവർക്ക് വാസ്തവത്തിൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും മാന്യവും അൺഡെമോക്രാറ്റിക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വളർന്ന് പെരുകി വരികയാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഉൾപ്പെടെ നമ്മൾ കാണാത്ത പല സംഭവങ്ങളും നടക്കുകയാണ്. പാർട്ടി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് വലിയ ഡിസ്പ്യൂട്ട്സ് വരികയാണ്. സ്റ്റാലിന് ശേഷമുള്ള അത് പിന്നെ ആളുകൾക്കൊക്കെ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി മനുഷ്യർ. അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ്. പിന്നെ സ്റ്റാലിനെ ഇഷ്ടം തെറ്റാണെന്ന് അവിടുത്തെ പാർട്ടി തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ആൾക്കാർക്കും അതൊരു ഇവിടങ്ങൾ ഇപ്പോഴും സ്റ്റാലിൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും ഉണ്ടല്ലോ. അത് സ്റ്റാലിനെ കുറിച്ച് അത് രണ്ട് ധാരണകളുണ്ട്. ഒന്ന്, സ്റ്റാലിൻ്റെ ക്രൂരതകൾ അസഹ്യമാണ്, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അയാളും ഒരു ഫാസിസ്റ്റാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റാലിനിസം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരുപാട് പേരെ കൊലയ്ക്ക് വിധേയമാക്കിയ, കൂട്ടുകൃഷികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കൃഷിക്കാരെ ദ്രോഹിച്ച, സ്വാതന്ത്ര്യങ്ങളില്ലാത്ത ഏകാധിപതിയായിരുന്നു സ്റ്റാലിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കുറേ അയാൾ എതിർക്കുന്നുണ്ട്. അതേസമയം അയാൾ അനുകൂലിക്കുന്നവരുടെ ഒരു കൺസെപ്റ്റ് എന്താ, അത് അന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, അവർ ഫസ്റ്റ് ചൈൽഡ് അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയ ആദ്യത്തെ സ്ഥലമാണ്. മുതലാളിത്തമാണ് ചുറ്റും മഹാസമുദ്രം, മുതലാളിത്തം സമുദ്രം പോലെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ദ്വീപ് മാത്രമാണത്. അപ്പോൾ ഇവരെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ അവർക്ക് അതിനെ നിലനിർത്തണമെങ്കിൽ ജനങ്ങളെ അങ്ങനെ നിർത്തണമായിരുന്നു, പേടിപ്പിച്ച് ഒപ്പം നിർത്തണമായിരുന്നു.
അതുകൊണ്ട് സ്റ്റാലിൻ ആ കമ്മ്യൂണിസ്റ്റ് ബേബിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത പണികളാണ് അവർക്ക്. അതുകൊണ്ട് അതിന് മാപ്പ് കൊടുക്കാന്നുള്ള മനോഭാവം പലർക്കും ഉണ്ട്. അങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ന്യായീകരണം ഉള്ളിലുള്ളത് അവരുടെ. ഒരു കണക്ക് പ്രകാരം 10 ലക്ഷം ആളറ്റ കൊന്നുണ്ടെന്ന്, അത് അതിൽ കയറുണ്ടെന്നോ അതിൽ വിലയിരുത്തുന്നത്. അതുണ്ട്. അതിപ്പോൾ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ തന്നെയുള്ള കുറേ ആൾക്കാർക്ക് അങ്ങനെ ശിക്ഷ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനോവീവ്, കാമനോവ്, ട്രോട്സ്കി, ഇവർക്കൊക്കെ അനുഭവങ്ങളുണ്ട്. അല്ല, ക്രൂസ്ചേവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ. ക്രൂസ്ചേവിൻ്റെ പ്രസംഗമല്ല, റിപ്പോർട്ടാണ് പാർട്ടി കോൺഗ്രസ്സിൽ 1956 56 20ാം പാർട്ടി കോൺഗ്രസ് ആണെന്ന് എൻ്റെ ഓർമ്മ അവരുടെ. അതിലൊരു ക്രൂസ്ചേവ് അവതരിപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സ്റ്റാലിനാണ്. അതുവരെ ആളും വേണ്ടിയില്ല. അപ്പൊ ആരോ ഈ ചോദ്യം ചോദിക്കണ പറയാറുണ്ട്. ചോദിച്ചാണോ അല്ലേ അറിയില്ല. അതെല്ലാവർക്കും ഒരു അംഗീകരിച്ചൊരു ലോജിക്ക് ഉണ്ടായില്ല. ചോദിച്ചിരിക്കാം എന്നുള്ള സാധ്യത ഉള്ള ചോദ്യം. ആ ചോദ്യം അപ്പൊ അന്ന് നിങ്ങൾ എവിടെ ഇരുന്നു ഉണ്ടാഞ്ഞത്. അത് ഇപ്പൊ ആരാ ചോദിച്ചതെന്ന് ചോദിച്ചു ക്രൂസ്ചേവ്. അപ്പൊ ആ ആളി മിണ്ടണില്ല. ഇതന്നെ ഞാനൊന്നും ഉണ്ടാഞ്ഞാണ്. ക്രൂസ്ചേവിനെ പഠിച്ചിട്ട് അയാളും മിണ്ടണില്ല. ആരാന്ന് മനസ്സിലാകേണ്ട വിചാരിച്ച് ഇതന്നെ അന്ന് ഞാനും ഉണ്ടാതിരിക്കാനുള്ള കാരണം അതാണ്. നല്ല ന്യായീകരണമായി. അത് കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്ന് വെച്ചാൽ ഈ ശരീഅത്ത് വിവാദ കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അങ്ങനെ തെറ്റ് എനിക്ക് അവരായിട്ട് തമ്മിലുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു തിയറട്ടി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്നു. ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളും പാർട്ടിയുടെ ഐഡിയോളജി ഒന്നും ഒരു ശരിയല്ല, അത് ഐഡിയോളജിക്കലായിട്ടല്ല ഈ നടക്കണം എന്നൊക്കെയുള്ളൊരു മനോഭാവം, കുറച്ചൊക്കെ ഒരു ഫ്രീ തോട്ട് അന്ന് മനസ്സുകളിലൊക്കെ എനിക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അല്ല, ആശയപരമായിട്ടുള്ള ഒരു പഴയ അച്ചടക്കവും ചിട്ടയും പിന്നെ ആ മൂടിപ്പൊതിഞ്ഞ പോളിറ്റിക്സൊക്കെ പോയല്ലോ. പൊതുവെ ജനങ്ങൾക്കും യുവാക്കൾക്കും ഒക്കെ ഇടയിൽ വലിയ ചിന്തകളും ചോദ്യങ്ങളും ചോദിക്കാനുള്ള തോന്നലൊക്കെ വളർന്നു വന്ന ഒരു കാലമാണ്. അത് കുറച്ചുണ്ടായിരിക്കണം. നമ്മളൊക്കെ ഒരു അത്ര വയസ്സായ ആളൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് മലപ്പുറം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയാണ്. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, രാപ്പകൽ ഓടി നടന്നിട്ടുണ്ട്. വായിച്ചൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടും ഇതിനിടയിൽ വന്ന ഒരു ഇഷ്യൂ ആണ് ഈ 1986 അതെ 86 YV ചന്ദ്രചൂഡിൻ്റെ ഷാബാനു കേസിലുള്ള വിധി വന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഒരു വിധി നമുക്കൊന്നും ഈ മനുഷ്യ സമൂഹം ഉണ്ടല്ലോ, ഇസ്ലാമിക് ആയിട്ടുള്ള സമൂഹത്തിനും വെറുപ്പിക്കാതെ വേണമല്ലോ നമുക്കിത് കൊണ്ടുപോകാം. രാഷ്ട്രപ്രവർത്തനം നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു മതത്തിനെയും അങ്ങനെ എതിർക്കാൻ പാടില്ലല്ലോ. നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇപ്പോഴും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണില്ലേ എല്ലാ ഹിന്ദുക്കളോടും. ശബരിമലക്ക് പോകണവർ പൊയ്ക്കോട്ടെ എന്നൊക്കെ ഇല്ലേ. ഈ ഉത്സവങ്ങളൊക്കെ പാർട്ടി നടത്തണം എന്നൊക്കെ പാർട്ടി തീരുമാനിച്ച സമയങ്ങളുണ്ടല്ലോ. അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളെല്ലാം ഭാരവാഹികളൊക്കെ ആയിട്ട് പാർട്ടിക്കാർ വരണം. ഇപ്പോഴും പല സ്ഥലത്തും അങ്ങനെ ഉണ്ടല്ലോ അമ്പലങ്ങളിൽ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഇതുണ്ടല്ലോ, ഭൗതികവാദം അല്ല അത് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് നോക്കിയാൽ. പക്ഷേ അതും പ്രായോഗികമായതൊരു പ്രാഗ്മാറ്റിസാണ്, പ്രായോഗികതാവാദമാണ്. ഈ മറ്റതിന് വരട്ട് തത്വവാദം എന്നാ പറയാ, ഡോഗ്മാറ്റിസം, പുസ്തകത്തിലുള്ളത് മാത്രം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴും പുസ്തകത്തിലുള്ളതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എനിക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരുണ്ടാവും. അവർ ഡോഗ്മാറ്റിസ്റ്റാണ്, വരട്ട് തത്വവാദികളാണ്. അതിൽ നിന്നൊരു ഇഞ്ച് പുസ്തകത്തിന് കിടക്കാത്തവരാണ്. അപ്പോൾ അത് പാടില്ലല്ലോ. പിന്നെ ഈ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിന്താഗതികൾ വേണം. അതിന് കുറച്ച് ചിലപ്പോൾ ഡോഗ്മയിൽ നിന്ന് വിടേണ്ടി വരും. എന്നാൽ പ്രാഗ്മാറ്റിസം ഡേഞ്ചറസ് ആണ്. പ്രായോഗികതയ്ക്ക് വേണ്ടി ഡോഗ്മ തീരെ കളയാൻ പാടില്ല, ഐഡിയോളജി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രാഗ്മാറ്റിസും ഡോഗ്മാറ്റിസും ഓപ്പർച്യൂണിസം സെക്ടേറിയനിസം ഒക്കെ ഈ സഖാക്കളുടെ മനസ്സിലും പലതരത്തിൽ സ്വാധീനിച്ച കാലമാണ്. അപ്പോൾ നല്ല തിയററ്റിക്കലായിട്ട് വാദിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് തോന്നുന്നു അവരാണ് ശരി, പുസ്തകത്തിൽ അങ്ങനെയാണ്, അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല, എന്നിട്ട് ഇതൊക്കെ എവിടെ എത്തിക്കുക, പിന്നെ അങ്ങനെ വിപ്ലവം നടത്തുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പുറത്തും ശരിയുണ്ട് തോന്നും. അങ്ങനെ ഒരു ആശയക്കുഴപ്പം പൊതുവെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ മെമ്പർമാരിലൊക്കെ വളർന്നു വരുന്നൊരു കാലമാണ്. അപ്പോൾ എൻ്റെ ഒരു ജോലി എന്നോട് NE ബാലരാമൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ പറയാറുണ്ട്, യു ഗോ ടു മോസ്ക്, പള്ളിയിലൊക്കെ പോകണം. അവിടെ മലപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് പാർട്ടി എന്ന് പറഞ്ഞു പള്ളിയിലൊന്നും കയറാതെ പോകരുത്, പള്ളിയിലൊക്കെ പോകണം എന്ന് പറയുന്നത്.
വള്ളി പോകണം, ജില്ലാ സെക്രട്ടറിനോട് പറയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി വളരെ വളരെ പണ്ഡിതനാണല്ലോ, അവിടെ സന്യാസിയാകാൻ പോയ ആളാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണല്ലോ, ധാരാളം വായിക്കുന്ന ആളാണ്. പള്ളിയിലൊക്കെ പോകണം, മുസ്ലിങ്ങളുടെ ഇടയിലാണ് നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കേണ്ടതൊക്കെ. ബാലരാം വെറുതെ ഇടയ്ക്ക് പാതി തമാശയായിട്ടൊക്കെ വരും, പറയും. പിന്നെ പ്രവാചകനെ കുറിച്ചൊക്കെ ലെനിൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ബാലരാം പറയും. മുഹമ്മദിനെ കുറിച്ച് കുറച്ച് ലെനിനെ കുറച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു ഈ ഓപ്പറേഷനെതിരായിട്ടും ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു എലിമെൻ്റ് ഇതിലുണ്ട്, എലിമെൻ്റ് ഉണ്ടെന്നുള്ള ഉൾക്കൊണ്ട ആളാണ് ലെനിൻ. ഇപ്പോൾ മലബാർ ലഹളയെക്കുറിച്ച് അബനി മുഖർജി ബംഗാളി എഴുതിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ലെനിൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ ഗോർക്കി ഭവനിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മലബാറിൽ നടന്ന ഈ കലാപത്തിനെ അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കണക്ക് കൂട്ടിയിട്ട് കൃഷിക്കാർ വളരെ റവല്യൂഷണറിയാണ് മലബാറിൽ എന്നൊക്കെ അത് അബനി മുഖർജി അതെഴുതി, പാർട്ടിക്കാരനാണ്. ആ പുസ്തകം റെഫർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് ലെനിന് കൊടുത്തിരുന്നു. ലെനിൻ്റെ ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചിരുന്നു. ഈ മലബാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഗോർക്കി ഭവനിലാണ് അയാൾ കുറച്ചു കാലം ലെനിൻ മരണത്തിൻ്റെ സമയത്തൊക്കെ താമസിച്ചത്. മാക്സിം ഗോർക്കിയുടെ ആ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ലെനിൻ മരിച്ച സ്ഥലത്തൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ അയാളെ ലൈബ്രറിയിൽ ഇതൊക്കെ ഉണ്ട്. അവിടെ ഒരു പഴയ മോഡലൊരു ടെലിഫോൺ, പഴയ മോഡലൊരു കാറ്, ലെനിൻ അന്ന് ഉപയോഗിച്ചിരുന്ന പേന, അങ്ങനെയുള്ളൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഗോർക്കി ഭവൻ ഇപ്പോൾ ഒരു ലെനിൻ മ്യൂസിയം കൂടിയാണ്. അപ്പോൾ ഇസ്ലാമിനെ പറ്റി ലെനിൻ്റെ ഒരു കൺസെപ്റ്റ്, പൊതുവെ ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളൊക്കെ ബാലരാം പറയും. കാരണം അയാൾ തലശ്ശേരിക്കാരനാണല്ലോ, അയാൾക്ക് ധാരാളം മുസ്ലിങ്ങൾ, പിന്നെ അയാൾ പഠിക്കും, നല്ലോണം പഠിക്കും. അപ്പോൾ അങ്ങനെ എതിർക്കാൻ പാടില്ല. ഒരു ബ്ലൈൻഡ് ബിലീഫിനൊക്കെ നമ്മൾ എതിർക്കുക, അങ്ങനെ നിന്നാൽ മതി എന്നാണ്. അപ്പോൾ ബാലരാമൊക്കെ അഡ്വൈസ് ചെയ്തതനുസരിച്ച് തന്നെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ ഈ വക ഇഷ്യൂ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ശരീഅത്തിൻ്റെ, പക്ഷേ CPM അന്ന് സജീവമാണല്ലോ. CPM ആ വിഷയം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ CPM അതിൻ്റെ കൂടെ ചേർന്നിരുന്നു, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്രശ്നമായി എനിക്ക് മലപ്പുറത്തൊക്കെ. പിന്നെ അത് പറഞ്ഞ ആൾക്കാരുടെ ചെല്ലാൻ പറ്റില്ലല്ലോ. നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരന് ചെല്ലാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ശരീഅത്തിനെതിരല്ലേ എന്നുള്ള കാര്യം ശരീഅത്തില്ലാത്തവനും ഈ പറയും. പള്ളിയിലൊന്നും കയറാത്തവനാണ് മാപ്പിള എന്ന് പറഞ്ഞ് വാദിക്കുക. അത് വേറെ വിഷയം. ഇത് അറിയണവന് കുറച്ചും കൂടി പക്വത ഉണ്ടാവും. അല്ല, ശരിക്കും ഈ ശരീഅത്ത് വിവാദത്തിന്റെ ക്രക്സ് എന്താണ് നിങ്ങളെ? അല്ല, അത് ശരീഅത്തിന് പിന്നെ എതിരായിട്ടുള്ള ജാഥകളൊക്കെ അന്നിങ്ങനെ നടക്കുകയാണല്ലോ കേരളത്തിൽ. വിധിയെ കുറിച്ച് വിധി എന്തെന്ന് അത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഞാൻ വക്കീലും കൂടിയല്ലേ, ഇപ്പം ലീഗൽ സൈഡൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇതാണ്, ഈ IV ചന്ദ്രചൂഡിൻ്റെ വിധി എന്താ, ഷാബാനുവിന് CRPCയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 125-ാം വകുപ്പ് പ്രകാരം വിവാഹമോചിതയായ സ്ത്രീക്ക്, നോ ക്വസ്റ്റ്യൻ ഓഫ് ഹിന്ദു ഓർ മുസ്ലിം, വിവാഹമോചിതയായ സ്ത്രീക്ക് ഒരു മാസം ചെലവിന് കൊടുക്കണം. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ഓരോ ഭർത്താവും ഒരുപോലെയല്ല, നല്ല വരുമാനമുള്ളവർക്ക് കൂടുതൽ കൊടുക്കണം. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിത നിലവാരം അനുസരിച്ച് അവർക്ക് മാസം തോറും ചിലവിന് കൊടുക്കണം. മക്കളുണ്ടെങ്കിൽ മക്കൾക്കും ചിലവിന് കൊടുക്കണം. അതാണ് 125. അത് 50 റുപ്യ 100 റുപ്യൊക്കെയാണ് പണ്ട് വിധിക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വലിൽ മുത്തല്ലാഖാത്ത് മത്താം ബിൽ മഅറൂഫാണ് അൽ-ബഖറ 241. മതിയായൊരു പാരിതോഷികം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് അർഹതയുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? മന്ത്ലി പിന്നെ ചിലവിന് കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ശരീഅത്ത് പറയണവരുടെ ഒരു ബാധ. അതാണ് കാരണം ഇവർ ബന്ധം വേർപ്പെട്ടില്ലേ, ഫിനിഷ് ചെയ്തില്ലേ, അപ്പോൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കല്ലേ. അപ്പോൾ ഒരു നല്ല സംഖ്യ കൊടുത്തിട്ട് അവരെ അങ്ങ് ഒഴിവാക്കല്ലാണ്ട് പിന്നെ മാസം അവിടേക്ക് ഇങ്ങനെ പൈസ അയച്ച് അവരായിട്ടൊരു ബന്ധം തുടരുന്നതിൽ ന്യായമുണ്ടോ എന്നുള്ളൊരു റീസണബിൾ ക്വസ്റ്റ്യനാണ് ഇവർ റേസ് ചെയ്യുക, മുസ്ലിങ്ങൾ. അത് തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ ബനാത്ത് വാല പാർലമെൻറ്റിൽ അന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശരീഅത്തനുസരിച്ചുള്ള ഒരു നിയമത്തിന് വേണ്ടി വാദിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്ത കഥ എല്ലാവർക്കും അറിയണമാണല്ലോ. അപ്പോൾ രാജീവ് ഗാന്ധി അതിനനുസരിച്ച് അത് പിൻവലിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുവരാറുണ്ട്. ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടാണല്ലോ ഡൈവേഴ്സ്ഡ് മുസ്ലിം വിമൻസിൻ്റെ റൈറ്റിനെ സംബന്ധിച്ചുള്ള ആക്ടിൽ സെക്ഷൻ 3 വന്നത് അങ്ങനെയാണ്. അതനുസരിച്ച് മതിയായ പാരിതോഷികം, ഒറ്റ സെറ്റിൽമെൻറ്റ്, അത് മതിയായ പാരിതോഷികം അതെങ്ങനെ തീരുമാനിക്കുക? അതും സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. ആ മാനദണ്ഡം ഇതിനുണ്ട്. വലിയൊരു പൈസക്കാരാണ്,
എങ്കിൽ അയാൾ നല്ല സംഖ്യ കൊടുക്കണം. ഈ പെണ്ണിൻ്റെ ലൈഫിനെ നിലനിർത്താൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊടുക്കണം, ഒരു വലിയ സംഖ്യ കൊടുക്കണം. ചെറിയ ആൾക്കാരാണെങ്കിൽ അനുസരിച്ച് കൊടുക്കും. അപ്പോൾ ഇത് അതിനെ പകരം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എങ്ങനെയാണ് പിന്നെ CPM അതിനെ കൗണ്ടർ ചെയ്തത്? എനിക്കറിയാനുള്ളൊരു കൗതുകം. അവർ കൗണ്ടർ ചെയ്ത് എനിക്കറിയില്ല. അവരത് ശരിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാക്കിയിട്ട് പാർട്ടിയെ വളർത്താനാണോ ശ്രമിച്ചത്, അതുകൊണ്ട് തളർന്നോ വളർന്നോ എന്നുള്ള സംശയമാണ്. കാരണം അവർക്ക് അതിൽ അങ്ങനെ വാസ്തവത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ശരിക്കേ അവർക്ക് അതാണ് ശരി, ഇത് ശരിയല്ല എന്ന് പറയാൻ രണ്ട് ഭാഗത്തും ആർഗ്യ ചെയ്യുന്ന ഒരു നാട്ടിലുണ്ടാകുമ്പോൾ അവരതിലൊരു നിഗമനത്തിലെത്തേണ്ട കാര്യമില്ലല്ലോ. അവരുടെ വിഷയമല്ല, ഒരു പൊളിറ്റിക്സ്. അതിപ്പോൾ ഞാൻ മറ്റേ ഈ ദേവസ്വം ബില്ലിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നിയമസഭയിലൊക്കെ നടന്നപ്പോൾ ശക്തമായിട്ട് ഞാൻ ക്ഷേത്ര ജീവനക്കാർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്, ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സെയിം ആറ്റിറ്റ്യൂഡ് തന്നെ, എനിക്ക് ശരീരത്തിനുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ഹിന്ദുക്കളോടുള്ളത്. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലക്ക് അവരുടെ മതപരമായ ആചാരങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട, അത് വേറെ വിഷയം. അതിൻ്റെ മെറിറ്റിലേക്ക് പോകണ്ട. ലെറ്റ് ദം ഡു ഇറ്റ്. അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തോട്ടെ. അവർക്ക് ഒരു ആവശ്യമായിട്ടുള്ളൊരു മാറ്റം അവരുടെ മുന്നണി ജനങ്ങളിൽ വരുമ്പോൾ അവർ മാറിക്കോട്ടെ. ഹിന്ദുക്കൾക്ക് വേണ്ടാത്തത് ഹിന്ദുക്കൾ നിർത്തുമ്പോൾ അവർ നിർത്തിക്കോട്ടെ, മുസ്ലിങ്ങൾക്ക് വേണ്ടാത്തത് മുസ്ലിങ്ങൾ നിർത്തുമ്പോൾ അവർ നിർത്തിക്കോട്ടെ. ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഓർ എനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അവരെ ജോലിപ്പെട്ടതല്ല. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ വക്കീല, ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചില്ലേ ശരീരത്തിനെതിരായിട്ട്? ഇർഫാൻ ഹബീബും ആരിഫ് മുഹമ്മദ് ഖാനും EMS ഒറ്റ മൈതാനത്തല്ലേ പ്രസംഗിച്ചത്? EMS ഇർഫാൻ ഹബീബിന്റെ പ്രസംഗം കോട്ട് ചെയ്ത് ശരിയാന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അന്ന് മലപ്പുറത്ത് 1 കെട്ടും 2 കെട്ടും EMS അതൊക്കെ ലോക്കാലിറ്റിയിലില്ല. അത് നമ്മൾ വിഷയത്തിന് പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല. മുദ്രാവാക്യങ്ങളൊന്നും അതൊക്കെ ആ സന്ദർഭത്തിൽ ജനിച്ചു മരിച്ചു പോകുന്ന ചില വാക്കുകളാണ്. നമ്മൾ അതിനിങ്ങനെ പിടിച്ചു തൂങ്ങുന്നതിന് ഒരർത്ഥമില്ല. അപ്പം അങ്ങനെ ഒരു ജാഥ പോകുമ്പോൾ, ഞാനും ഇപ്പോൾ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഹരം കൊള്ളിച്ച ആളെ ഒപ്പം കൊണ്ടുപോകാനുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടും പൊട്ടങ്കളവും പട്ടം കെട്ടും സന്നദ്ധ സേന എവിടെ എവിടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഞങ്ങളുടെ സമരത്തിനെ മാനേജ്മെൻറ്റ് എതിർക്കുമെന്ന് പറഞ്ഞതിനൊരു മറുപടി. പൊട്ടംകുളം കേരള കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ ആളായിരുന്നു. തിരുമുൽപ്പാട് പറഞ്ഞാൽ ഈ ശ്രീധരമാസ അച്ഛനാ, അയാളുടെ വീട്ടിൻ്റെ പഠിക്കൽ. ഞാൻ ആ വീടായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ സമരം ചെയ്ത് അതിന് ശ്രീധരമാസ എതിർത്തിട്ടില്ല. അയാളെ വീട്ടിലേക്ക് ഞാൻ ജാഥ അയച്ചിന്. അപ്പോൾ അതൊക്കെ ആ മുദ്രാവാക്യങ്ങൾ അതാത് സമയത്ത് മെനഞ്ഞെടുക്കാൻ നല്ല കഴിവ് വേണം. അപ്പം ഇങ്ങോട്ട് വരും അത്. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ കിടക്കുമല്ലോ. അതൊക്കെ കിടക്കും, അങ്ങനെ കിടക്കും. പക്ഷേ അതല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള വിഷയമായത്. അത് ഒന്നും കേട്ടതൊക്കെ അതൊക്കെ വെരി ബാഡ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇപ്പുറത്തൊന്നും പറയാൻ പാടില്ല, അപ്പുറത്തൊന്നും പറയാൻ പാടില്ല. ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റാക്കേ പാടില്ല. പക്ഷേ അബ്സല്യൂട്ട്ലി റോങ്. ഞാനിപ്പോഴും അതാ വിശ്വസിക്കണം. വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അർത്ഥമില്ല. ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ ആവാം, അത് നല്ല ഷാർപ്പായിട്ടുള്ള സംവാദങ്ങളാവാം. സംവാദം കൂടാതെ ഒന്നും നടക്കില്ല, മാറ്റം ഉണ്ടാവില്ല. ഇപ്പം പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ ആ കമ്മ്യൂണിറ്റിയോട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ആളുണ്ടാക്കിയത് അല്ലേ? അവരനുകൂലിക്കുന്നവരടിക്കല്ലല്ലോ വന്നത്. കംപ്ലീറ്റ് ശത്രുക്കളാണ്. അവരെ ഈ തരത്തിൽ മെരുക്കിയെടുത്തിട്ട് മാറ്റിയെടുത്തിട്ട് കോടാനുകോടി മനുഷ്യരെ അവരെ പിന്നിൽ നിർത്തിയില്ലേ? വേറെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടീസ് എത്ര നല്ല പാർട്ടിയാണെങ്കിലും ഇന്ന് വരെ എത്ര ആളെ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് സ്ഥായിയായൊരു നിലനിൽപ്പുണ്ടായിട്ടില്ല. ഇത്ര കൊല്ലം നിലനിന്നിട്ടുണ്ടോ? അപ്പോൾ ബുദ്ധിസ്റ്റായാലും പിന്നെ ക്രിസ്ത്യനായാലും ഇസ്ലാമായാലും എത്ര ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഐഡിയോളജി വെച്ചിട്ട് ഈ ആളുകൾ അതിൻ്റെ കൂടെ പോകല്ലേ ഇപ്പോഴും വളരെ. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ജനിച്ചു മരിച്ചു. തീരെ ഇല്ലാണ്ടായ പാർട്ടിയില്ലേ? കമ്മ്യൂണിസം തന്നെ 100 വർഷം അതിജീവിച്ചില്ല. 100 വർഷം തന്നെ ശരിക്കും അതിജീവിച്ചിട്ടില്ല. അപ്പോൾ അത് ശരീരത്തിലാണ് വന്നത് അല്ലേ? അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനായി വന്നപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്, അപ്പോൾ എനിക്ക് പൊതുവേ ഒരു സമ്മർദ്ദം നാട്ടിലുണ്ടായിരുന്നു. ഇത് ശരിയല്ല ഖാദറെ എന്നൊക്കെ ഉള്ളത് പറയണവർ, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരും പലരും പറഞ്ഞത്. അങ്ങനെ ഞാൻ റീതിങ്ക് ചെയ്തതാണ്. അല്ല, ഞാൻ പാർട്ടിയിട്ട് തെറ്റൊന്നുമില്ല, അവർക്ക് എന്നോടും വിരോധം ഉണ്ടായിരുന്നില്ല. അവരാരും എന്നെക്കുറിച്ച് മോശമായി പ്രസംഗിച്ചിട്ടില്ല, ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഈ ഇഷ്യൂസ് മാത്രം പറഞ്ഞിട്ട് അന്ന് ഞാൻ മുസ്ലിം ലീഗ്, ഇപ്പോൾ മലപ്പുറത്തൊക്കെ വലിയൊരു പാർട്ടി ലീഗല്ലേ, പിന്നെ ഞങ്ങളൊക്കെ ലീഗിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം. ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്തും പാണക്കാട്ട് തെങ്ങന്മാരൊന്നും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ
ലീഗിൽ നിന്ന് വിട്ടുപോയ അവാന്തര വിഭാഗം അതിശക്തമായി ശിഹാബ്ദങ്ങളൊക്കെ വിമർശിച്ചിട്ടും ഞങ്ങളത് പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആകുമ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ 78 ഞാൻ സെക്രട്ടറി ആകുമ്പോൾ എൻ്റെ മാരേജിന് വന്നാൾ ശിഹാബ്ദങ്ങളാണ്. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ കത്തന്നെ, കല്യാണ കത്തന്നെ. ജില്ലാ സെക്രട്ടറി CPI എന്നിട്ടാണ് എൻ്റെ വിവാഹം ഉണ്ട് വരണം എന്നിട്ട്. താങ്കൾ വന്നു നിക്കാഹ് നടത്തിയല്ല, നിക്കാഹ് അരീക്കോടായിരുന്നു, അവിടെയല്ല വൈഫ് ഹൗസ്. ഇവിടെ നിക്കാഹ് നടത്തല്ല, അതിൻ്റെ കല്യാണത്തിന് വന്ന് അതിഥിയായിട്ട് വന്ന് തങ്ങൾ വന്നു. കൊരമ്പയിൽ അഹമ്മദാജി വന്നു, കുഞ്ഞാലിക്കുട്ടി വന്നു, ഈ ഇസാക്ക് വന്നു, ആനക്കായ ഇസാക്ക് വന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ലീഗുകാർ വന്നിട്ടുണ്ട്. അവർക്ക് അന്ന് തന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആ ഒരു എന്താ പറയുക, ഒരു പക്വതയും മെച്ചോറിറ്റിയും ഉൾക്കൊള്ളാനുള്ളൊരു ഇൻക്ലൂസീവ്നെസ്സും ഒക്കെ ലീഗ് നേതാക്കന്മാർക്ക് അന്നേ ഉണ്ട്. UA വീരാൻ സാഹിബ് വന്നു. UA വീരാൻ സാഹിബ് എൻ്റെ വീട്ടിന് മുമ്പിലൂടെ മിനിസ്റ്ററായിട്ട് പോകുമ്പോൾ ഞാൻ CPI ആയിരുന്ന കാലത്ത് തന്നെ, അതായത് ലീഗിലേക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ വാതിക്കൽ ഗേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടിട്ട് വീരാൻ സാഹിബിൻ്റെ മിനിസ്റ്റർ വണ്ടി ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്, റിവേഴ്സ് ചെയ്തിട്ട് എന്നെ കണ്ട് കടന്നു പോകാതെ. എന്തൊക്കെ വിശേഷം എന്നൊക്കെ പറഞ്ഞു മൂപ്പര്. കാരണം മൂപ്പർക്ക് എന്നോടൊരു മതിപ്പ് എനിക്കുണ്ടായിരുന്നു. കാരണം മൂപ്പര് നല്ല വായനക്കാരൻ, നല്ല എഡ്യൂക്കേറ്റഡായിട്ടുള്ള ലീഗാരൻ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ലൈഫിനെ അത് സ്വാധീനിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. അതായത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് CPI ലീഗ് ഒരുമിച്ചാണ്, ഒരു മുന്നണിയാണ്. അച്യുത മേനോൻ ഗവൺമെൻറ്റിലൊക്കെ ഒരുമിച്ച് മന്ത്രിമാരും ഒരുമിച്ചാണ്, കമ്മിറ്റിയൊക്കെ ഒരുമിച്ചായി. ഈ ഐക്യമുന്നണിയുടെ കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ മലപ്പുറത്ത് സ്വാഭാവികമായി അധികം ലീഗുകാരുടെ ഡീലിലേക്കാണ് CPI ഞാൻ പോണത്. CPM-നേക്കാളും ബന്ധം അന്ന് CPIക്ക് ബന്ധമുള്ളൂ, CPM ആ മുന്നണിയിൽ ഇല്ല, അതന്നെ എതിരാണ്. ഞങ്ങളെ പൊതു ശത്രു CPM ആണ്. അപ്പോൾ ലീഗും CPI ഒന്നിച്ചായിരുന്നു. മലപ്പുറത്തൊക്കെ ഞാൻ എന്നും വോട്ട് ചെയ്ത് ലീഗിനാണ്, ഞാൻ CPI. കാരണം ഞങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ, ഒരു മുന്നണിയല്ലേ. ഞാൻ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിലാണല്ലോ. അവിടെ എത്ര ഞാൻ നടന്ന് ചുമരെഴുതിയിട്ടുള്ളത്. ചുമരെഴുതി നേരിട്ട് കുമ്മായം കലക്കിയിട്ട് രാത്രി നേരം പുലരുന്നത് വരെ മലപ്പുറം വലിയങ്ങാടിയിലെ മതിലുകളിൽ മുഴുവൻ എഴുതിയിട്ട് രാവിലെ ഒരു 4 മണിക്ക് എഴുത്ത് നിർത്തി വരുമ്പോൾ കയ്യിൽ ഇങ്ങനെ കുഴിഞ്ഞ മുറിവുകളുണ്ടാവും, ചുണ്ണാമ്പിൻ്റെ ഇതായിട്ട്. അത് വീട്ടിൽ വന്നതിന് ശേഷം ഉമ്മ ചീത്ത വിളിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടാണ് അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാറുക. വൈകുന്നേരം കുമ്മായൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് കലക്കിയിട്ട് ചുമര എഴുതല. അന്ന് വാൾ പോസ്റ്റൊക്കെ കുറവാണ്, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഫ്ലക്സ് ഒന്നുമില്ല, ഒരു വാൾ പോസ്റ്റ് ഉണ്ടാവുള്ളൂ. അതല്ല വലിച്ചു കെട്ടുന്ന സാധനം. അത് തന്നെ ഞങ്ങൾ പിന്നെ ബാനർ ചാക്കമ്മലൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ട് നീലം കൊണ്ട് എഴുതും, ബ്ലൂ കളറിൽ. കോളേജിലൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ തന്നെയാണ് പതാക ഉയർത്താൻ കഴുങ്ങ് വെട്ടിക്കൊണ്ടുവരിക, ഞങ്ങൾ തന്നെയാണ് കുഴി കുത്തുക, ഞങ്ങളാണ് അതിൽ പതാക ഉയർത്തുക. അങ്ങനെ ഞങ്ങളുടെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഞങ്ങളെ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ചുമരെഴുതിയിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രവർത്തകർ ചുമരെഴുതിയിട്ടും ചാക്കും കുമ്മായും തുണിയും ശീലയും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലക്സൊക്കെ വരാൻ തുടങ്ങിയത്, വാൾ പോസ്റ്റൊക്കെ നന്നായി അടിക്കാൻ തുടങ്ങിയത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാകുമ്പോൾ അല്ല, ഞാൻ പറയാൻ കാരണം അന്ന് മലപ്പുറത്ത് വീരാൻ സാഹിബ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, CH സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. UA വീരാനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് എത്രയോ സ്ഥലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. CH മുഹമ്മദ് കോണി അടയാളത്തിൽ വോട്ട് എത്ര സ്ഥലത്ത് കൂട്ടമായി നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. CH ഒക്കെ ഉള്ള മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ടുണ്ട്. CHൻ്റെ ഒക്കെ ഹൃദയവിശാലതയും അദ്ദേഹത്തിൻ്റെ ഏത് ചെറിയൊരു ആൾ ആണ് ഞങ്ങളെ പാർട്ടിയിലെ അന്നത്തെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ചിലപ്പോൾ പ്രതിനിധികളായിട്ടുണ്ടാവും മീറ്റിങ്ങിലൊക്കെ, വലിയ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട്. അപ്പോൾ അവരെപ്പോലും ഇദ്ദേഹം അഭിസംബോധന ചെയ്യും. പാലോളി അബ്ദുറഹിമാൻ അവർകളെ എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടേ മൂപ്പര് പറയുള്ളൂ. CH ഭയങ്കര ബ്രോഡ് മൈൻഡഡ്, ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു മുസ്ലിം ലീഗ് നേതാവ് CH ആണ്. അദ്ദേഹത്തിന് വമ്പിച്ച അനുഭവങ്ങളുണ്ടാവും. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത നമുക്കൊരുപാട് നഷ്ടത്തിൽ വന്നിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടറല്ലേ. ആ സമയം സെക്കുലറാണ്, ഹൈലി സെക്കുലറായിരുന്നു. അത് കണ്ടല്ലോ. അപ്പോൾ അന്നും CHന് വേണ്ടി ചുമരെഴുതിയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്, വീരാൻ സാഹിബിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലീഗുകാർ ഒരുമിച്ചായിരുന്നു, അതൊന്നും സംശയമില്ല. അപ്പോൾ ലീഗിനോട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ചേരലൊരു പ്രശ്നമായിട്ടില്ല. എനിക്ക് അവരോട് നല്ല ബന്ധമുണ്ട്. അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, ഞാൻ അവരായിട്ട് ലോകത്തിലാണ്.
എന്താണ് മലപ്പുറം വെടിവെപ്പ് ഉണ്ടായത്? ഞാൻ CPIയുടെ ജില്ലാ സെക്രട്ടറി ആകുമ്പോഴാണ്. ഭാഷാ സമരം. ആ വെടിവെപ്പ് നടന്നിട്ട് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് വലിയ കലാപം ഉണ്ടായില്ല. പ്രൊട്ടസ്റ്റ് യൂത്ത് ലീഗരെല്ലാം കൂടി ഈ ജാഥ അത് ഇത് മറച്ചിടൽ, പീടിയടപ്പിക്കൽ, ഭയങ്കരമായിട്ടുള്ള പാലം പൊളിക്കൽ ഒക്കെ ഉണ്ടായല്ലോ. അന്ന് നിങ്ങൾ CPIയിലാണ്? ആ CPI ആണ്. അപ്പം അന്ന് നിങ്ങൾ ആ മുന്നണിന്റെ ഭാഗമാണ്? അല്ലല്ല, അന്ന് LDFിലേക്ക് വന്നു. LDF ആണ്. അത് നായനാര് ഭരണമാണ്. അന്ന് LDF ആണ്. മറ്റത് 70കളിലാണ്, അച്യുത മേനോൻ്റെ ഒക്കെ കാലത്താണ്. കോൺഗ്രസ് പിന്നെ അങ്ങോട്ട് വേറെ പോയല്ലോ. അപ്പോൾ ഈ അച്യുത മേനോൻ്റെ കാലത്ത് ഒക്കെയാണ് ആ ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ മുനിസിപ്പൽ ചെയർമാനായ കാലം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഹി വാസ് മൈ ക്ലോസ് ഫ്രണ്ട്. അന്ന് മുതൽ ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു യങ് പ്രോമിസിങ് ലീഡറായിരുന്നു യങ്സ്റ്ററായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് AISF നിൽക്കുമ്പോൾ അദ്ദേഹം MSFൻ്റെ സ്റ്റേറ്റ് ട്രഷററാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടിയത് എറണാകുളത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഹിപ്പി മുടിയാണ്, പിന്നെ വലിയ കോളറുള്ള ഷർട്ടാണ്, മുടി ഇങ്ങനെ വളർത്തിയ വലിയ കൃതാവുള്ള അന്നത്തെ കാലം ബെൽ ബോട്ടം പാൻസ് അതൊക്കെ ഇട്ടാണ് കുഞ്ഞാലിക്കുട്ടി ഞാനൊക്കെ. ഓർമ്മയുണ്ട്. എൻ്റെ കല്യാണത്തിന് വന്ന എൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത് 78-ലെ. അന്ന് കുഞ്ഞാലിക്കുട്ടി ബെൽ ബോട്ടം പാൻറ്റും ഈ കൃതാവും ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു പൊതു സ്വഭാവമാണ് അന്നത്തെ ചെറുപ്പക്കാരതാണ്. സ്റ്റൈൽ അതാണ്. മൂപ്പര് മുനിസിപ്പൽ ചെയർമാൻ ആകുമ്പോൾ ആ ചെയർമാൻഷിപ്പ് അയാളെ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് ഞാൻ അയാളുടെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുകളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അത് വേറെ ചില കാര്യങ്ങൾക്ക് ലോക്കൽ ഇഷ്യൂസിനൊക്കെ എടുത്തിട്ട് CPI ആയിരിക്കുമ്പോൾ തന്നെ എന്നാലും ആ ബന്ധം നിലനിൽപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് ബന്ധമുണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ തങ്ങൾ പാണക്കാട് പൂക്കോയത്തങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഐ വാസ് വെരി യങ് ദെൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു കഥയാണ്. പറയണോ? എനിക്കറിഞ്ഞു. പറയാ കേൾക്കേണ്ടത്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ പറഞ്ഞല്ലോ, വാപ്പ എൻ്റെ മൂത്തമ്മയൊക്കെ ഭയങ്കര റിലീജിയസ് ആയിരുന്നു. അതായത് ഈ മൊല്ലാച്ചികളുണ്ടായിരുന്നു. മൊല്ലാച്ചി ഉണ്ടോ? അന്ന് മൊല്ലാച്ചി ഉണ്ട്. കുട്ടികൾക്ക് മദ്രസ പഠിപ്പിക്കുന്ന തരത്തിൽ അറബിയും മദ്രസ പാഠങ്ങളും പഠിപ്പിക്കുന്ന സ്ത്രീകളുണ്ടെന്ന്. ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ ശരിക്കില്ല. അതുകൂടെ വേണ്ടതാണ് ശരിക്കും. പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. അന്ന് മൊല്ലച്ചി എന്നാണ് അതിന് പറയാ. മൊല്ലാച്ചി എന്ന് പറയാം. അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. അത് അവർ മദ്രസിലൊന്നും പോയി പഠിപ്പിക്കണേ ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. എൻ്റെ മൂത്തമ്മ അങ്ങനെ ഭയങ്കര ഒരു മൊല്ലാച്ചി റിലീജിയസ് ആണ്. അവർക്കെല്ലാം അറിയായിരുന്നു, ഖുർആനും ഹദീസൊക്കെ. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിട്ട് നടക്കുന്ന ടീമാണ്. ഏത് സമയത്തും തസ്ബീഹ് വിട്ട് കളിക്കില്ല. പറയണേനും ചെയ്യണേനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ സുന്നത്ത് കഴിക്കുന്ന ദിവസം ഒരു രാവിലെ മൂത്തമ്മ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലത്ത് പോകണ്ടെന്ന്. അപ്പോൾ സുന്നത്ത് കല്യാണമല്ലേ, നീ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുങ്ങി. സുന്നത്തൊക്കെ അന്ന് അത്ര നേരത്തെ കഴിക്കൂലല്ലോ. അത് മാത്രമല്ല സുന്നത്ത് വീട്ടിൽ നിന്നല്ലേ അന്ന്. അതെ, അത് വലിയ കഥയാണ്. അപ്പോൾ അത് ഈ സുന്നത്ത് കഴിക്കണ ദിവസം എന്നെ ഈ മൂത്തമ്മ ആണ് എന്നെ കൊണ്ടുനടക്കണത്. ഉമ്മ വീട്ടിൽ എൻഗേജിലാണ്. ഇതിൻ്റെ ഫങ്ഷനൊക്കെ ഉണ്ടല്ലോ, വലിയ വൈകുന്നേരം ചോറും ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ രാവിലെ എന്നെ മൂത്തമ്മ കൊണ്ടുപോയിട്ട് ഒരു ബസ്സിന് കയറ്റി എന്നെ കൊണ്ടുപോയി പാണക്കാട് ഇറക്കി. തങ്ങളുടെ അടുത്ത് പോയി ഇന്ന് എൻ്റെ സുന്നത്ത് കല്യാണമെന്ന് പറഞ്ഞു. തങ്ങൾ എന്നെ ഊതി തലയിൽ കൈവച്ച് പുകയത്തങ്ങൾ അങ്ങനെ അവിടുന്ന് ഒരു ചായയും ഒരു കഷ്ണം റൊട്ടി എല്ലാവർക്കും കിട്ടിയെന്നു. അതൊക്കെ കഴിച്ച് ഒക്കെ നന്നായി വരൂട്ടോ പോയിക്കോറുണ്ട് പുകയത്തങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ ആ പഠിക്കുന്ന നേരം അമ്പലത്തേക്ക് ബസ് കയറി. അവിടെ പോയി ജാറമൂടി മുത്തമ്മ പറഞ്ഞിട്ട് ഞാൻ അവിടെ അകത്ത് പോയി ജാറമൂടി. പിന്നെ മടങ്ങി വരുമ്പോൾ ആചാര്യ പള്ളിക്കൽ എഴുതി അവിടെ ഒരു ജാറമൂടി. ഒറ്റ ദിവസമാണ് അതൊക്കെ. ഒറ്റ ദിവസമായി 3 സ്ഥലത്തും പോയിട്ട് ഞങ്ങളൊരു ഉച്ചയോട് കൂടിയൊക്കെ മടങ്ങി വന്ന്. പിന്നെയാണ് കല്യാണ സുന്നത്തുണ്ടായത്. അപ്പം ഞാൻ തങ്ങളായിട്ടുള്ള ഇത് പറയാം. ആ സുന്നത്തിൻ്റെ കഥ എവിടെ ഒന്ന് പറയും. സുന്നത്തന്ന് വളരെ എന്താ പറയുക, പ്രാകൃതമാണല്ലോ. പ്രാകൃതം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അത്ര ഫെസിലിറ്റി ഉള്ളൂ. അങ്ങനെ ഒരു ഡോക്ടർ സുന്നത്ത് ചെയ്യണതായിട്ടൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല.
എൻ്റെ സുന്നത്ത് കല്യാണം ഒരു ദിവസം 4 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒരു കസേരയിൽ, മരത്തിൻ്റെ ഒരു കസേരയിൽ നമ്മൾ ഇരിക്കും. നമ്മളിരുന്നതിൻ്റെ ഒരു ചാമ്പ്യൻ അൽവിയാക്കാരൻ, അയാളെ മടിയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ചാമ്പ്യൻ പിടിച്ചെടുക്കൽ അമ്മമാരെ ഒരു ഉത്തരവാദിത്തം. അമ്മമാരാണ്, എനിക്ക് അങ്ങനെ അമ്മമാരില്ല. അപ്പോൾ ഈ ചാമ്പ്യൻ അൽവിയാക്ക എല്ലാവർക്കും പിടിച്ചെടുക്കാൻ പോണാണ്. ഭയങ്കര സൈസാണ്, 6 അടി പൊക്കം. അയാളെ വലിയ കഥയുണ്ട്. അല്ല, അയാളെ രസം എന്താ വെച്ചാല്, അയാള് ഞാൻ എൻ്റെ വാപ്പയൊക്കെ പറഞ്ഞു കേട്ടാ, ഭയങ്കര കയ്യും കാലും വലിപ്പമുള്ളൊരു മനുഷ്യനാണ്. ഞങ്ങളെ മടക്കാമണ്ണ് അങ്ങാടി തന്നെ ചാമ്പ്യൻ അൽവിയാക്കാന്ന് നാട്ടുകാർ പേരിട്ടോ. ചാമ്പ്യൻ, ഇയാൾ സൈസും ചാമ്പ്യനാണ്, പല കളിയൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇയാൾ പട്ടാളത്ത് പോയിരുന്നു. ഈ ബ്രിട്ടീഷുകാർ പട്ടാളത്തിന് ആളെ പിടിച്ചുകൊണ്ടുപോകലാണ്. അങ്ങാടിയിൽ വന്നിട്ട് യങ്സ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടുപോകും. അന്ന് കൊണ്ടുപോയി കാണണം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇയാൾ പട്ടാളത്ത് പോയിട്ട് 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വന്നു. പട്ടാളത്ത് നിന്ന് പണി പോയിട്ട് വേറെ ആരും വന്നിട്ടില്ല. ചിലരൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടേ പട്ടാളക്കാർ ലണ്ടനിലൊക്കെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു കൊശിയബൊക്കെ അറിയാം. അയാളെ അഞ്ചനെ പട്ടാളത്തിൽ ചേർക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതായിരുന്നു. അയാളങ്ങനെ പല വാറിനും കൊണ്ടുപോകും വരെ. അങ്ങനെ ലണ്ടനിലെത്തിയ ആൾ പിന്നെ ഈ ലീവ്ഡ് ദേർ ആൻഡ് ഡൈഡ്. പിന്നെ ഒരിക്കലും ഈ വീട്ടുകാർ കണ്ടില്ല. അത് എനിക്കെങ്ങനെ മനസ്സിലായത് വെച്ചാൽ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അബുവാക്ക് എന്നെ തിരഞ്ഞു വരും. കത്ത് വന്നിട്ടുണ്ട് ലണ്ടനിൽ നിന്ന്, വായിച്ചു കൊടുക്കാനാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആണല്ലോ. ഇംഗ്ലീഷിൽ നല്ല ഒന്നാം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് ഇയാൾ അഞ്ചൻ, വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ല ആൾ ലണ്ടനിൽ നിന്ന് ജ്യേഷ്ഠന് കത്തെഴുതുന്ന ഈ ഒരു റിലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്ത് വായിച്ച് തീരുമ്പോൾ ഇയാൾ കരയും. അപ്പോൾ അവിടെ അന്ന് ഇപ്പം ആ കത്തിൽ എന്താ ഉണ്ടായിന്? ഈ കത്തിൽ അങ്ങനെ ലണ്ടനിൽ ഞാൻ സുഖമാണ്, ഇങ്ങനെ കുഴപ്പമില്ല, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, കാക്ക സമാധാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുവാള്. അത് ശരി. പിന്നെ അന്നൊന്നും പിന്നെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ അവിടെ ആയിപ്പോയി. കല്യാണം കഴിച്ച് കാണണം, അയാൾ അവിടെ ആയിപ്പോയി. അപ്പോൾ അയാൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ഇംഗ്ലണ്ടിലൊക്കെ എഴുതാനാണ്. അപ്പോൾ ലണ്ടനിൽ നിന്നൊക്കെ വരുന്ന കത്ത് എയർ മെയിലാണ്. അതിലൊരു പ്ലെയിനിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് ഉണ്ടാവും. എയർ മെയിലാണ്. ഒരു നീണ്ട ഭംഗിയുള്ളൊരു കവറാണ് ഈ വിദേശത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പട്ടാളത്തിൽ പോയ കുറേ അതിൽപ്പെട്ട ഒരാളാണ് അൽവിയാക്ക. അൽവിയാക്ക തിരിച്ചു തരാൻ കാരണം ഷൂ പാകാകത്തുണ്ട്. അത്ര സൈസാണ്. അതായത് പട്ടാളക്കാർക്ക് സൈസ് 8, സൈസ് 10 എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂ ഉണ്ട്. അത് കമ്പനി ഉൽപ്പാദിപ്പിക്കുകയാണ്. 8ഉം 12ഉം 10ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ പട്ടാളക്കാർക്കും പറ്റും. തീരെ വലിപ്പം കുറഞ്ഞവനാ 8 മതിയാവും, മറ്റവർക്ക് 10 മതിയാവും. അങ്ങനെ ഒരു ജനറൽ നോർമൽ സൈസാണ്. ഇയാൾക്ക് ആ ഒരു ഷൂസ് നിൽക്കില്ല. ഷൂസ് ഇല്ലാണ്ട് ഞങ്ങളെങ്ങനെ പട്ടാളത്തിൽ പണി, ഇയാൾക്കായിട്ട് ഷൂസ് ഉണ്ടാക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു ഈ പൊയ്ക്കോ വിട്ടോ അങ്ങനെ പട്ടാളം കഴിഞ്ഞു വന്ന ആളാ. അപ്പോൾ അതാണ് ഷാബിൻ അൽവിയാക്ക. അയാൾ എന്നെ പിടിച്ചു വെച്ചിട്ടില്ല കസേരയിൽ. പിന്നെ അനങ്ങുന്നത് ആലോചിക്കാൻ പറ്റില്ല. അയാൾ കൈപ്പെട്ട ഒരു മനുഷ്യൻ ബാക്കിയാവില്ല. അങ്ങനെ പിടിച്ചു വെച്ച പിന്നെ പോക്കരാക്ക, ഒത്താം പോക്കരാക്കാരന് എന്നൊക്കെ പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ. ബഹുമാനത്തോടു കൂടി പറയാണ്. അവരൊന്നും മോശക്കാരല്ല. അവരൊക്കെ നമുക്ക് എസെൻഷ്യലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല പങ്കുവഹിച്ച ആളുകളാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നത്. അവരാണിത് ചെയ്തിരുന്നത്, ഈ പോക്കരാക്ക. പിന്നെ ഒന്നുമില്ല, ആ സമയമാകുമ്പോൾ അടിയിൽ വലിയൊരു പിന്നെ ഇത് പാത്രം വെച്ചിട്ടുണ്ട്. കോളാമ്പിയാണ് അന്ന് വെക്കൽ. അത് ശരി. തുപ്പണ കോളാമ്പി. തുപ്പണ കോളാമ്പി തുപ്പാതെ നല്ല തേച്ച് മിനുക്കി വൃത്തിയാക്കി വെടുപ്പാക്കി വെക്കണ കോളാമ്പികളും ഉണ്ടാവും വീട്ടിൽ. എല്ലാം തുപ്പൊന്നുമില്ല. കോളാമ്പി പലതും വീട്ടിലുണ്ടാവും. ഇപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ കോളാമ്പി. അപ്പോൾ ഈ കോളാമ്പി അടിയിൽ വെക്കണം, അതിൻ്റെ നേരെ ഇരുന്നിട്ടാണ് നമ്മുടെ ഇത് ചെയ്യൽ. അത് കത്തി കൊണ്ട് മുറിക്കലാണ്. കണ്ണൊക്കെ പൊത്തിണ്ടാവും. അപ്പോൾ പൊത്തും കണ്ണ് പൊത്തും. കണ്ണ് പൊത്തിയിട്ട് ഈ സംഗതി ചെയ്യണ എപ്പോഴും നമ്മളറിയില്ല. ഈ കത്തി നേരെ ഇടും അയാൾ. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ആ കത്തി പിന്നെ പിടിച്ചോണ്ട് നിൽക്കില്ല. അത് ആ കോളാമ്പിക്ക് വീഴുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ അത് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തടുത്ത് നിൽക്കണവർക്കും മറ്റേ മുറിയിലുള്ളവരൊക്കെ കഴിഞ്ഞു പറയും ഈ ഒച്ച ഇട്ടാൽ. അപ്പോൾ നമ്മൾ പേടിച്ച് മനം കരിഞ്ഞിട്ട് നിൽക്കുക. അന്നൊരു ഡോക്ടറില്ല, ഒരു വേദന സംഹാരി ഇഞ്ചക്ഷൻ ഇല്ല, ഒരു ഓയിൻമെൻറ്റ് പോലും റെയറാണ്. പിന്നെ വെറ്റിലും വേറെന്തൊക്കെ മരുന്നൊക്കെ വെച്ചിട്ട് ചുരുട്ടി ഇതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അത് പിന്നെ ഇവിടെ പിടിച്ച് പൊന്തിച്ച് വെച്ചിട്ട് വേറൊരു കെട്ടാണ്. പിന്നെ ആകാശത്തിന് പിന്നെ ഇതൊക്കെ തുണി കെട്ടിയിട്ട് മലന്ന് കിടക്കുകയാണ്.
പിന്നെ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവണമെങ്കിൽ 2 ദിവസം കഴിയണം. പിന്നെ അന്ന് രാത്രി മുഴുവൻ കടച്ചിലായിരിക്കും, പെയിനാവും. നോ പാരസെറ്റമോൾ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. 2 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ആ നേരം പുള്ളി വീണ്ടും വരും 2 ദിവസം കഴിയുമ്പോൾ. ഈ പോക്കരൊക്കെ വരും. വന്നിട്ട് ഒരു പാള അങ്ങനെ കുത്തിയിട്ടൊരു വെള്ളം വെക്കുന്ന ഒരു പാളയിലായിരിക്കും. കമുകിൻ്റെ പാളുണ്ട്, അതൊരു പാത്രം പോലെ ആക്കിയിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും, ഒരു ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ ഇയാൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഒഴിക്കും. ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം, ഇങ്ങനെ അണുക്കളൊന്നും ഇല്ലാതെ ആറിയ വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഊക്കും. അങ്ങനെ ഇളകി വരുന്നതിനനുസരിച്ച് അയാൾ ഓരോ തുണി ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ എടുക്കും. ഭയങ്കര പെയിനാണ്. പിന്നെ അവസാനമൊക്കെ ചിലപ്പോൾ അടിഭാഗത്തൊക്കെ ഒട്ടിയ തുണി പോരാൻ ഒരുപാട് നേരം വെള്ളം നനക്കേണ്ടി വരും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എന്നൊരു വലിയ അതിൽ കുറച്ച് ബ്ലഡ് വരും. അപ്പം പിന്നെ എല്ലാം ഉണക്കണ്ട്, സാരെല്ലാം ഉണങ്ങിക്കോളും, കുറച്ചും കൂടി മുറിയുള്ളൂ അറിയാം. അപ്പം അതിനന്ന് അത് പിന്നെ ഓയിൻമെൻ്റൊക്കെ വാങ്ങിയിട്ട് പരട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടൂലേ അന്ന്? അത് പിന്നെ ഈ കിടപ്പ് കിടന്നാൽ പിന്നെ പലതും കിട്ടും. അലുവ വരും, ഈത്തപ്പഴം വരും, പലഹാരങ്ങൾ വരും, പൈസ വരും. തലയണയുടെ ചോട്ടിൽ ഇങ്ങനെ പൈസ നമുക്ക് കൊണ്ട് തന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അമ്മായികളെ അപ്പോഴേക്ക് ചിലപ്പോൾ പെരുന്നാളാകുമ്പോൾ ചിലർ മോതിരിടും. പെരുന്നാളൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പൈസ ഉണ്ടാവും, അതൊക്കെ ഉമ്മാൻ്റെ അടുത്ത് സൂക്ഷിച്ചാൽ കൊടുത്തിട്ട് പിന്നെ പടക്കം വാങ്ങലും ഒക്കെ അതോട്ടായിരിക്കും. അന്നത്തെ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ ഈ 10-15 ദിവസം ഈ റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കുട്ടികളൊരു കളിയാക്കൽ ഉണ്ടാക്കും. ചിലർ പറയും എടാ കാണിട്ടിടാറുണ്ട്, കാണിട്ടിട്ട് ആ കുട്ടികളൊക്കെ പിന്നാലെ ഓടും. തുണിയൊക്കെ എടുക്കില്ലേ, ഞങ്ങൾ പാൻസ് ഒന്നും ഇല്ലല്ലോ, തുണിയൊക്കെ എടുത്തിട്ടാണ് സ്കൂളിൽ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ അതൊരു ഇതാണ്. ആളൊന്നും നന്നായിട്ടുണ്ടാവും, നല്ല ഫുഡൊക്കെ കഴിക്കും. പക്ഷെ ആ 4 ദിവസം വെയിലുകൊണ്ടാണ് പോകും, അമേരിക്ക പോകും. അപ്പോൾ അതിന് ആ കാരണത്താൽ പണക്കാട് പോയിരുന്നു. അങ്ങനെ പണക്കാടൊക്കെ എപ്പോഴും അങ്ങനെ പോകുന്ന സംഭവങ്ങളും രോഗം വന്നാലും അങ്ങനെ ഉണ്ടല്ലോ. അന്ന് രോഗത്തിന് പണക്കാട് പൂക്കയത്തങ്ങൾ അന്തരിച്ചൂതലും ഒക്കെ ഉണ്ട്. കുട്ടികളെ പഠന കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ ഭയങ്കര ആശ്വാസമാണ് ഈ ചെല്ലുന്നവർക്ക്. പിന്നെ അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും നമ്മളങ്ങനെ വിലയിരുത്തേണ്ട കാര്യമില്ല. അതിന് റിലീഫുണ്ട്, അതുകൊണ്ട് പോവും. പിന്നെ ഈ വീട്ടിലൊക്കെ അന്ന് ഉമ്മാർക്കൊക്കെ എല്ലാ ദിവസവും ഉമ്മാരൊക്കെ നല്ലോണം ഓതും. അത് മഗ്‌രിബ് കഴിഞ്ഞിട്ടൊരു ഓത്ത്, പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ സുബൈക്ക് മുസാഫൊക്കെ എടുത്ത് കുറേ ഓതിയിട്ട് അവർ പായന്ന് പോവുള്ളൂ. അപ്പോൾ അതുപോലെ അവർ ചില മൗലൂദൊക്കെ ഓതും, ചില ബെയ്ത്തുകളൊക്കെ ചൊല്ലും. ഇതാവഖത്തി അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക സൂറത്തുകൾ, അന്നാമ സൂറത്ത്, ഇതൊക്കെ സ്ഥിരമായിട്ട് ഓതും. യാസീൻ ഓതും. യാസീനൊക്കെ ഓതുമ്പോൾ നമ്മളിങ്ങനെ വിശന്നിട്ട് ഭക്ഷണത്തിന് കാത്തിരിക്കും. രാത്രി 8 മണി കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് യാസീൻ ഓതി തീരാതെ നമുക്ക് ഫുഡ് കിട്ടില്ല. ഇശാമരിബിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക സമയമാണ്. ആ നേരം ഒന്നും കളിക്കാനും പാടില്ല, നല്ല ശ്രദ്ധാപൂർവ്വം ഇരിക്കണം. നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഓതിയിട്ട് അവസാനം യാസീൻ ഓതിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും. ഭക്ഷണം കിട്ടണമെങ്കിൽ ഇറങ്ങി വരണം, ഈ പായെന്ന് ഇറങ്ങി വരണം. അപ്പം ഇന്നമ അമ്രു ഇതാ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് സന്തോഷമായി. ഇപ്പം അങ്ങനെ ഒരു വപ്പുകലെത്തിയെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അപ്പോൾ അതുപോലെ മെതേടി ഇടും. ഞങ്ങളൊക്കെ കൈയും കാലും വൈകുന്നേരം കഴുകൽ സ്ട്രിക്റ്റാണ് വീട്ടിൽ. ബിംബാബയും പെർഫെക്റ്റാണ്, എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടെന്ന് പൊതുവെ. മെതിയടി മലപ്പുറം വ്യാഴാഴ്ച ചന്തയിൽ നിന്ന് വാങ്ങും. ചെരുപ്പൊന്നും വന്നിട്ടില്ല, വള്ളി ചെരുപ്പൊന്നുമില്ല. ഈ മെതിയടി ചെറുതും വലുതൊക്കെ കിട്ടും. നല്ല രസികനായിട്ട് പെയിൻ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുട മെതിയടി, ഒരു കുട ഉണ്ടാവുമല്ലോ കൂട്ടി പിടിക്കാൻ. ആ മെതിയടി നല്ലതും ചെയ്തതൊക്കെ ഉണ്ട്. അതിങ്ങനെ കുട്ടികൾക്ക് വലുത്, ചെറുത്, അതിന് പിന്നെ വലുത്, ഇങ്ങനെ 3-4 തരം മെതിയടി എല്ലാം കിട്ടുന്നുണ്ടാവും. വൈകുന്നേരം എന്തായാലും ഞങ്ങൾ മണ്ണിലാണ് കളിക്കുക. എല്ലാ കളിയും കാല് നിലത്തെ ഒട്ടിട്ടാണ്, ചെരുപ്പിട്ടിട്ടല്ല. അപ്പോൾ ആ കാലൊക്കെ വൈകുന്നേരം കഴുകണം വൃത്തിയായിട്ട്. കല്ലുണ്ടാവും അതിന്, അവിടെ ഉരച്ച് കഴുകി കിണറ്റിൻ്റെ അടുത്ത് നിന്ന് പോയി കഴുകി. കിണ്ടിയിലുള്ള വെള്ളം ഒതുണ്ടാക്കലൊക്കെ അതിലാണ്. കിണ്ടിയിലാകുമ്പോൾ കുറച്ച് വെള്ളം ചാവാവുള്ളൂ അന്നേ, ഈ കുറേ ശല്യം എടുക്കുള്ളൂ. ഇത് ടാപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് വെള്ളം ഇങ്ങനെ പോവല്ലേ, നഷ്ടം വരാതെ കുറഞ്ഞ വെള്ളത്തിൽ അതൊക്കെ എടുത്ത് നിസ്കാരമൊക്കെ പഠിച്ച് കാലും കയ്യും കഴുകാതെ വീട്ടിൽ കയറാൻ പറ്റില്ല, അത് നിർബന്ധമാണ്. അത് പിന്നെ ചിലപ്പോൾ ഉറങ്ങണതിൻ്റെ മുമ്പ് ഒന്നും കൂടി കാൽമ വെള്ളം ഒഴിക്കും, വേഗം ഉറങ്ങുന്നാൽ.
അത് ശരി. വേഗം ഉറങ്ങണമെങ്കിൽ കാലിൽ വെള്ളം ഒഴിച്ചാൽ മതി രാത്രി. അത് ശരി. വെള്ളത്തിൽ വെക്കണം എന്നൊന്നുമില്ല, കാലിൽ വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അന്നുണ്ട്. അപ്പം ഇതൊക്കെ അങ്ങനെയുള്ളൊരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു കാലമാണത്. അപ്പോൾ അന്ന് തന്നെ ഇവരോടൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയാം. നമ്മളത് പറഞ്ഞപ്പോഴാണ് തങ്ങളെടുത്തുനിന്നാണ് വന്നത്. അപ്പോൾ മമ്പറത്ത് എന്തിനാ പോയത്, ആ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ അറൈസ് ചെയ്യണില്ല. എല്ലാവരും പോലുണ്ട്, ഹിന്ദുക്കളും പോലുണ്ട്, മുസ്ലിങ്ങളും പോലുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ മോലിയരാപ്പിളെ വിളിച്ചിട്ട് ഇങ്ങനെ വരും. തീയക്കളൊക്കെ ഇങ്ങനെ ഈഴ വരും. നമ്മളെ ഒരു തീയനാന്ന് നോക്കില്ല. ഭാസ്കരൻ വന്നു, വിജയൻ വന്നു, രാഘവൻ വന്നു, ചോഴി വന്നു എന്നല്ലാണ്ട് നമ്മൾ കല്യാണി വന്നു. ആണും പെണ്ണും ഒരുപോലെ ചികിത്സക്കൊക്കെ വരുമായിരുന്നു വീട്ടിൽ. അപ്പൊക്കെ ആയുർവേദ ചികിത്സ ഉണ്ട്. കുറച്ച് അസ്മ ഉണ്ട്, ഇസ്മിന്റെ പണിയുണ്ട്. എന്തെങ്കിലുമൊക്കെ മുട്ടമ്മൽ എഴുതൽ, അതേമാതിരി ഉറക്കെഴുതി കൊടുക്കൽ, ഗർഭിണികൾക്ക് പിഞ്ഞാണം എഴുതി കൊടുക്കൽ. ആ പിഞ്ഞാണം എഴുതിയിട്ട് ആർക്കെങ്കിലും കൊണ്ടാനുള്ള പിഞ്ഞാണം ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും, തോർത്തുണ്ടാവും, എഴുത്ത് മായാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിയ പിഞ്ഞാണം ഉണ്ടാവും. അത് ഇപ്പം ഭാസ്കരൻ വന്നാൽ കൊടുത്താളുണ്ട്, മറ്റേ പിഞ്ഞാണം എന്നാൽക്ക് കൊടുത്താളുണ്ട്. അത് പറഞ്ഞ് ചിലപ്പോൾ ഏൽപ്പിച്ചു പോവും. വിഞ്ഞാണം എഴുതി കൊടുക്കുക. പിന്നെ ഓരോ ഇതൊക്കെ ചെറിയ പേപ്പറിൻ്റെ മുകളിൽ എഴുതിയ അതൊക്കെ ഉണ്ടാവും. ഐക്കല്ല്, ഏലസ് കെട്ടല്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ, ആയുർവേദ മരുന്നൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ അമ്മ തന്നെ ഉണ്ടാക്കിയിരുന്നു. അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ചിലത് മാത്രമേ പുറത്തേക്ക് എഴുതി കൊടുക്കുള്ളൂ. അപ്പോൾ നല്ല ചികിത്സയായിരുന്നു. പിന്നെ ഈ പാരമ്പര്യ വൈദ്യനും കോളേജ് പഠിക്കുന്ന വൈദ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ചികിത്സകൾ ചിലത് പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളിലേഹം എന്ന് പറഞ്ഞൊരു ലേഹമുണ്ട്. അത് ഈ അർഷസൊക്കെ വരുമ്പോൾ വയറിളക്കം കുട്ടികൾക്കൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ ബ്ലഡൊക്കെ വരുന്ന ആ തരത്തിലുള്ള വയറിളക്കമൊക്കെ ഉണ്ടാവുമല്ലോ. ബെസ്റ്റ് മെഡിസിനാണ്, എല്ലാവർക്കും ഇഷ്ടം തിന്നാനും. അത് വെളുത്ത ഉള്ളി വേവിച്ചതും അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ ചെറുനാരങ്ങ നീരും തേനും അത് മൂന്നും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് ചികിത്സ പറയണ്ടല്ലേ, അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് അത് ഉറച്ച് വരുമ്പോൾ ഒരു ഉള്ളിലേഹം എന്നാണ് അതിന് പറയാം. അതിങ്ങനെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് രാവിലെ വൈകുന്നേരം കഴിക്കും. കുട്ടികളെ അല്ലെങ്കിൽ തന്നെ സൂക്കടില്ലാത്തവർ തിന്നുന്നത്. തേനും ചെറുനാരങ്ങ വെളുത്തുള്ളിയാണ്, നല്ല ടേസ്റ്റ്. അതൊന്നും പുസ്തകത്തിൽ ഉണ്ടാവില്ല, ഇപ്പോഴത്തെ ആയുർവേദ ഉണ്ടാവില്ല. അതേമാതിരി മുള്ളൻകോൽ ഭസ്മം, എന്താണ് മുള്ളനില്ലേ കാട്ടില്, അതിന് കോലുണ്ടാവില്ലേ ശരീരത്തിൽ, ആ കോല് നമ്മൾ പറിച്ചെടുത്തൊക്കെ വാങ്ങാൻ കിട്ടും. അന്ന് ഇഷ്ടം പോലെ മരുന്ന് കടകളുണ്ടല്ലോ, മരുന്ന് വെട്ടിയൊക്കെ വെക്കുന്ന കടകൾ. അവിടെ മുള്ളൻകോലുണ്ടാവും, കുറച്ച് കറുപ്പും എളുപ്പമായിട്ടുള്ളൊരു സാധനമായിരിക്കും ആ കോല്. ആ മുള്ളൻകോല് വെട്ടി മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ഒരു കുഞ്ഞിച്ചട്ടി ഉണ്ടാവും മണ്ണിൻ്റെ. ആ കുഞ്ഞിച്ചട്ടിയിൽ ഇത് വെച്ചിട്ട്, ഒരു ചട്ടിയിൽ ഈ കോല് വെച്ചിട്ട് മറ്റേ ചട്ടി കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ ഈ സൈഡ് തുണി കൊണ്ട് കെട്ടിയിട്ട് എയർ ടൈറ്റ് ആക്കും. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം തീ കത്തിച്ച് കൊടുത്താൽ അത് ഭസ്മാവും. അതിൻ്റെ ഉള്ളിലുള്ള കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നിങ്ങനെ പൊടിക്കാൻ എളുപ്പമായിരിക്കും. ആ പൊടി തേന ചേർത്ത് കൊടുത്താൽ ഈ അലർജി, ശ്വാസം മുട്ടലൊക്കെ സുഖമായിട്ട് മാറും. കിട്ടാൻ തന്നെ ഇല്ല മുള്ളൻകോൽ ഭസ്മം. പിന്നെ ചെറുവഴുതന പറഞ്ഞൊരു ചെടിയുണ്ട്, തൊടുവിലൊക്കെ കാണും. ഇലൻ്റെ അടിയിൽ വഴുതനയുടെ സൈസ് ഇലയുണ്ട്, ഇലൻ്റെ അടിയിൽ കുറച്ച് മുള്ളുണ്ടാവും, ചെറിയ ചെറിയ മുള്ളുകളുണ്ട്, ചെറുവഴുതന. അതിൻ്റെ ഇലേൻ്റെ നീരെടുത്ത് തേന കൊടുക്കുക. പിന്നെ മുഞ്ഞ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത്. പിന്നെ ഈ വയറിളക്കം, പിന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഛർദി ഒക്കെ വരുമല്ലോ, അതിന് പച്ച ഈർക്കൽ. വേട്ടാളൻ എന്ന് പറഞ്ഞ ജന്തുവിൻ്റെ കൂട്, വേട്ടാളൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വേട്ടാവളി എന്നൊക്കെ പറയുന്നത്, മണ്ണിൻ്റെ കൂടില്ലേ, ആ വേട്ടാളൻ കൂട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ, ചില ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് അത് മുരിങ്ങാത്തോല്, പച്ച ഈർക്കൽ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ പ്രയോഗിക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഇപ്പൊ കുട്ടികളൊന്നും അത് കഴിക്കൂലല്ലോ നമ്മൾ കൊടുത്താൽ. അതുകൊണ്ടൊക്കെ കൂടി ഒരു കഷായം വെച്ചാൽ ബെസ്റ്റാണ്. ഛർദിയൊക്കെ അവിടെ നിൽക്കും. പിന്നെ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടാവും, 3 മാസം 2 മാസമൊക്കെ ആയിട്ട്. അപ്പോൾ ചില വീട്ടുകാർ വരും, അപ്പോൾ അപ്പം അതിനൊരു സാധനം കൊടുക്കും. അത് ഈ സന്ധികളിൽ പറ്റി കൊടുത്ത കരച്ചിൽ. അങ്ങനെ പ്രധാന കണ്ടൻസ് മുത്തങ്ങയാണ്. അതൊരു 8 വയസ്സ് വരെ മുസ്താരിഷ്ടം രാവിലെയും വൈകുന്നേരം കൊടുത്ത കുട്ടികൾ നല്ല ആഹാരം കഴിക്കും. വയറിൽ വിരകളൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ശരിക്കും വിരയൊന്നും കാണില്ല. ഇല്ല, വിര ഉള്ളവരിപ്പോഴും ഉണ്ട്, അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉള്ളവർ. അതിന് മരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് കളയും. പിന്നെ കൃഷ്ണക്രാന്തി പറഞ്ഞൊരു സാധനമുണ്ട്, വിഷ്ണുക്രാന്തി, കൃഷ്ണക്രാന്തി എന്ന് പറയും. അത് ചെറിയ വട്ടത്തിലുള്ള ഇല, ഒരു പിന്നെ
അതിമൊരിങ്ങനെ വെളുത്ത തരത്തിലൊരു രോമം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഇലയാണ്. അത് പറിച്ചു കൊടുക്കുന്നത് ചെറിയ ചെടിയാണ്, പറമ്പിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പറിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഔഷധങ്ങളൊക്കെ വാപ്പ പറഞ്ഞു തന്നിട്ട് ചെടികളൊക്കെ തിരിച്ചറിയും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മുറ്റത്തുള്ള ചെടികളൊന്നും അറിയില്ല. പുതിയ തലമുറ ഇത് പിന്നെ ആട്ടുംപാലിലിട്ട് തിളപ്പിച്ചിട്ട് ആ പാല് 8 വയസ്സ് വരെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള മുസ്താരിഷ്ടം, ഈ കൃഷ്ണകണാന്തി, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ. പിന്നെ മഹാഭൂതരാവകൃതം എന്ന് പറഞ്ഞ അപസ്മാരത്തിനൊരു നെയ്യ് ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് ഈ സംസ്കൃതമൊക്കെ അറിയണത് ഇതുകൊണ്ടാണ്. തന്നെ ചെറുപ്പത്തിൽ ശാസ്ത്രയോഗമൊക്കെ സംസ്കൃതത്തിലല്ലേ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ച ചില സംഭവങ്ങളപ്പോൾ ഈ പറയണം. അപ്പോൾ ഇത് ഈ മഹാഭൂതരാവകൃതത്തിൽ ഞണ്ടിനൊക്കെ ചേർക്കും. ഞാനതൊക്കെ കണ്ട് കുട്ടിക്കാലത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഗോദ എന്ന് പറഞ്ഞിട്ടൊരു ഞണ്ടൊക്കെ കിട്ടണ അതന്നെ കുളത്തിൽ കിട്ടും. അന്ന് തവളയും ഞണ്ടൊക്കെ കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് കീടനാശിനികൾ ആവശ്യമില്ല. കീടനാശിനികൾ തെളിച്ചോട് കൂടിയ പോയി. തവളൊക്കെ ഭയങ്കര സർവീസാണ് മനുഷ്യന് ചെയ്യണത്. ഞണ്ടൊക്കെ ഭയങ്കര സർവീസാണ്. ഞണ്ട് പിന്നെ ചത്തിട്ട് അതിൻ്റെ തോട് ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നുണ്ടാവും പാടത്തിൻ്റെ വരമ്പത്ത് ധാരാളം, ചത്ത ഞണ്ടിൻ്റെ. ആ തോട് അരച്ച് കാൽമട്ടാൽ ഈ ചളിയിൽ ചവിട്ടിയിട്ടുണ്ടാകുന്ന വ്രണങ്ങളുണ്ടല്ലോ, അത് ഉണങ്ങും. ഓ, നല്ല സുഖമായിട്ട് ഉണങ്ങും. ഈ ഞണ്ടിൻ്റെ തൊലി ഉണങ്ങിയത് എടുത്തു കൊടുത്തിട്ട് അത് പരത്തിയിട്ട് ഇങ്ങനെ കാൽമത്തേക്കും. ആ മുറിവുകളൊക്കെ ഉണങ്ങും. കാരണം എന്താ പറയുക, ഈ ഞണ്ടിന് ചളിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനം തോടാണ്. ഏത് ചളിയിൽ കിടന്നാലും അതിനൊന്നും വരില്ല. അതാണ് ഈ ചികിത്സ. പിന്നെ ഈ ഞണ്ടിനെ ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ കൂട്ടിയിട്ട് അപസ്മാരത്തിനുള്ളൊരു നെയ്യ്, അതിന് മഹാഭൂതരാവകൃതം എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ഇടിച്ചിട്ടും പിഴിഞ്ഞിട്ടും അമ്മിയിലും ഉരലിലൊക്കെ മരുന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആഹാരത്തിൽ എന്നും മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒരിക്കലും മാറാത്ത. പിന്നെ മുറ്റത്തുള്ള സകല ചെടികളും, കുറുന്തോട്ടി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ പിന്നെ ആനടിയന്, ഊരില, മൂവില, തഴുതാമ, മുത്തങ്ങ, ഈ ചെടികളൊക്കെ ഔഷധ ചെടികളൊക്കെ അറിയാം. ഞങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും പൊതുവെ നാട്ടുകാർക്ക് അറിയാം. ഞങ്ങൾ ചെറിയ കുട്ടിയായ കാലത്ത് ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞ കുറുന്തോട്ടി 2 ഉണ്ട്. ആനക്കുറുന്തോട്ടി വേറുണ്ട്, നല്ല കുറുന്തോട്ടി വേറെ. അപ്പോൾ അതായിട്ട് പോയാൽ വൈദ്യരെ പീടിയെന്ന് പൈസ കിട്ടുന്നത്. അത് കുറേ പറിച്ചുകൊണ്ടോണം. അതെ, കുറേ പറിച്ചുകൊണ്ടോണം. അത് നമുക്ക് ഓർമ്മ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ മരുന്ന് പറിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു ഈ കോത, കുഞ്ഞിക്കറുപ്പനൊക്കെ. അത് ആർക്കും പറിച്ചുകൊണ്ട് തരും, വീട്ടിലൊക്കെ കൊണ്ടുവരും. അത് നല്ല മരുന്നുകൾ. പിന്നെ ഈ നിലമ്പരണ്ട പറഞ്ഞൊരു സാധനമുണ്ട്. ഈ തലയിൽ താരനും മുറിയൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടാവും, പേനൊക്കെ പെരുകിയിട്ട്. അവർക്ക് ഈ നിലമ്പരണ്ട ഇട്ടൊരു വെളിച്ചെണ്ണ തേച്ച അപ്പം മാറും. ഇങ്ങനെയുള്ള അനേകം ചികിത്സ വീട്ടിൽ നടന്നു. ഇതിന് ആരാണ് കസ്റ്റമേഴ്സ്? ആൾക്കാർ വരും. നാട്ടുകാരാണോ? നാട്ടുകാരും വരും, ദൂരത്തുനിന്നും വരും. വാപ്പാക്ക് അങ്ങനെ ഒരു കേളിയുണ്ട്. കേളിയുണ്ട്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വാപ്പ അതൊക്കെ ചെയ്ത് കൊടുക്കും. ചില മരുന്ന് അവൈലബിൾ ആണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടാവും, സൂക്ഷിക്കാൻ പറ്റാത്ത. ഒരു ഫാക്ടറി ലെവലിലൊന്നും ഉണ്ടാക്കണില്ലല്ലോ, അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ ഉണ്ടാക്കും. അപ്പം അതിലിതൊക്കെ പാരമ്പര്യ വൈദ്യം, നാട്ടുവൈദ്യങ്ങളുടെ അനുസരണത്തിലുള്ളതാണ് അധികവും. പിന്നെ വാപ്പാക്ക് വലിയ ഇഷ്ടം ഈ ആര്യവൈദ്യശാല, അവരുടെ ഒരു ഫാനായിരുന്നു. അത് PS വാര്യർ മരിച്ചില്ലേ, വൈദ്യരത്നം PS വാര്യർ. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സഹസ്രയോഗം ഉണ്ടായിരുന്നു, അഷ്ടാംഗ ഹൃദയം ഉണ്ടായിരുന്നു. പിന്നെ വാപ്പാൻ്റെ അറബിക്കിലുള്ള ധാരാളം ചികിത്സകൾ എഴുതിയ കിതാബുകൾ ഉണ്ടായിരുന്നു. അത് പകർത്തി എഴുതും വാപ്പ. അപ്പോൾ നല്ല കാലിഗ്രാഫി ആയിരുന്നു. പിന്നെ ഈ ആരോഗ്യബന്ധു എന്ന് പറഞ്ഞ AV മുഹമ്മദിൻ്റെ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വൈദ്യ മാസികയിൽ വാപ്പ ലേഖനങ്ങൾ എഴുതിയിരുന്നു അന്ന് തന്നെ. പിന്നെ ഇത് മുസാഹിഫും കിതാബും ഒക്കെ പകർത്തി മനോഹരമായിട്ട് എഴുതിയിട്ട് സ്വന്തം പേന ഉണ്ടാക്കി, സ്റ്റിൽ പെൻ മഷിയിൽ മുക്കിയിട്ട്, മഷിയും വീട്ടിലുണ്ടാക്കണം, മഷി ഉണ്ടാക്കും. അത് ചില സാധനങ്ങൾ ചേർത്തിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട്, ഇത് പേനയല്ല, മുള കൂർപ്പിച്ചതാണ് ഈ പേന, സ്റ്റിൽ അത് വേറെ. ആ പേന കൊണ്ട് ഇതിൽ എഴുതിയിട്ട് അതിൻ്റെ പേജസൊക്കെ ജിൽദ് കെട്ട് അറിയില്ലേ, അതറിയോ? അറിയില്ല. സിക്കഞ്ചി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബൈൻഡിങ്. അതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് തുന്നി. പിന്നെ സിക്കഞ്ചി പറഞ്ഞൊരു സാധനമുണ്ട് മരത്തിൻ്റെ, ആശാരിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. അതിനുള്ളിൽ ഇത് വെച്ചിട്ട് പൂളിട്ട് കൊടുത്താൽ അതവിടെ ടൈറ്റായി. പിന്നെ കത്തി കൊണ്ട് മുറിച്ച് വൃത്തിയാക്കി അതിൻ്റെ ബാക്കിലൊരു തുണി കൊണ്ടൊക്കെ അതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കിതാബുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ എല്ലാം കൂടി ഉണ്ടായിരുന്നു അവിടെ, പരിപാടികളും. അതാണ് ശരിക്കും എന്നെ ഖാദറിന്റെ ഒരു ബേസ്. കാലിഗ്രാഫി വാപ്പാന്റെ. എനിക്ക് ചിത്രവരയും കാലിഗ്രാഫി ഒന്നുമില്ല, അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. എഴുത്തുണ്ടായിരുന്നു, ധാരാളമായിട്ട് വായിച്ചിരുന്നു.
എല്ലാം അറിയായിരുന്നു. ചികിത്സ ഭയങ്കര ഒരു പ്രശസ്തനായിട്ടുള്ളൊരു വൈദ്യനും കൂടിയായിരുന്നു. പിന്നെ മാഷുമായിരുന്നു. മാഷ് ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. അവസാനം വാപ്പ ഉപേക്ഷിച്ച് പൊന്മളി കൂട്ടിലങ്ങാടി അവിടെ ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നു. വാളക്കുളത്ത്, പാണ്ടിക്കാട് ഒക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ വേഗം അത് ഒഴിവാക്കി. ചെറിയ 10 റുപ്യറ്റേ കിട്ടുള്ളൂ. അത് ഇവിടുന്ന് മലപ്പുറം ട്രെയിനിങ് സ്കൂളിൽ തന്നെ പഠിച്ചാണ്. അന്ന് പക്ഷേ എലിമെൻ്ററി സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്, ചെറിയൊരു കോഴ്സ്. അതിന് സർട്ടിഫിക്കറ്റ് സ്റ്റിൽ വിത്ത് മീ, ഇഷ്യൂഡ് ഇൻ 1931. വാപ്പാൻ്റെ ഒരു കേടുപാടും വരാത്ത സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിലുണ്ട്. ശരി. നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ കേടുന്നു. കാരണം അതിൻ്റെ നിർമ്മാണം അങ്ങനെയായിരുന്നു. മദ്രാസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെയാണ്. മലയാളം ഒരു പ്രത്യേക മലയാളമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അക്ഷരങ്ങളൊക്കെ പ്രിൻറ്റിങ് ഇന്നത്തെ മാതിരില്ല, അച്ചായിരിക്കുമല്ലോ അന്ന്. അച്ചുകൊണ്ട് എന്താ അറിയില്ല, ഒരു തരം മലയാളം തന്നെ ഒരു ഭാഷ, പഴയത് വേറെയാണല്ലോ. അത് മദ്രാസ്. അന്ന് എൻ്റെ വാപ്പ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വാപ്പാൻ്റെ ഏറ്റവും നിയറസ്റ്റ് AEO എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്താണ്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ്. ഒരു സ്കൂള്, ഒരധ്യാപകൻ മാത്രമുള്ള സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏകാംഗ സ്കൂളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം വാപ്പാൻ്റെ ഉണ്ട്, ഉമ്മാൻ്റെ ഉണ്ട്, മൂത്തമ്മാൻ്റെ ഉണ്ട്, ചുറ്റുപാടുകളുണ്ട്. അടുത്ത വീട്ടിലെ ഹിന്ദുക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയതിൻ്റെ എക്സ്പീരിയൻസസ് ഉണ്ട്. അവർ നമ്മളെയും വിശ്വസിച്ചു, നമ്മൾ അവരെയും വിശ്വസിച്ചു. യാതൊരു തരത്തിലുള്ള ഒരു ഫീലിങ്ങും വേറെ തരത്തിലുണ്ടായിരുന്നില്ല. എല്ലാ ഒരു തർക്കവും മതപരമായ കാര്യങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടൊക്കെയുള്ള നമ്മളെ നല്ല ബന്ധങ്ങൾ, ഗോപാലൻ മാഷ്, അങ്ങനെ ഒരുപാട് മാഷന്മാരുണ്ട്. എനിക്ക് ആദ്യമായിട്ട് മലയാളത്തിലൊക്കെ താല്പര്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് ഞാനൊരു 7ാം ക്ലാസ്സിൽ 8ലൊക്കെ എത്തുമ്പോഴാണ്. നല്ല 2-3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും പടിപൊടി കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുട് ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോക വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപ്പുരത്തേക്ക് പോകും വഞ്ചിക്കൂട്ടം വരുമുളവില തോട്ടുവാരത്തൊതുങ്ങി വഞ്ചിക്കേണമേറെ മരനീരുള്ളിലുണ്ടാകമൂലം വഞ്ചിത്ത ഭ്രാന്തഴുമരയരാം നാവികക്കയ്യരെ നീ കണ്ടാലാർക്കും കൃതകപതകം തന്നെയാണെന്നതല്ലാതെ ഉണ്ടാകൊല്ല മനമതിൽ മറിച്ചെണ്ണം ഔവണ്ണമായി മിണ്ടാതെ കണ്ടതിന് മുകളിൽ ചേർന്ന് ചേണാർന്ന് നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകം. മയൂര സന്ദേശം 1966 ഗോപാലമാഷ് പഠിപ്പിച്ചാണ്. ഇപ്പോഴും മനസ്സിൽ ഇതെങ്ങനെ ഓർത്തു വെക്കണതൊക്കെ. ഇസ്നാഹി ചക്കർ കാക്കർ ചങ്കോന്നെ ചട്ന സീക്ക ഗുരു ഗിരിവർസി ഗിർഗിർക്കർ നദിയൊന്നെ ബഹന സീക്ക സിർ പടക്ക് പടക്ക് പത്തർ പർ ചരണോന്നെ ചർണ സീക്ക. സരസ്വതി ടീച്ചർ 70 പഠിപ്പിച്ച. When a substance is immersed in a liquid, suffers an apparent loss of weight, which is equal to the weight of the water displaced by the body. കനകവല്ലി ടീച്ചർ 1969 പഠിപ്പിച്ചു. ഇതേ സാധനം ഇപ്പം വായിക്കണമൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുമോ? എല്ലാം സാധിക്കില്ല, കവറൊക്കെ എനിക്ക് വേഗം കയറും, മെമ്മറിയിലുണ്ട്. ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. നന്നായിട്ട് പഠിച്ചിരുന്നു എന്നാണ് വെപ്പ്. പക്ഷേ അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ വേറെ വഴിക്ക് തിരിഞ്ഞു പോയി മാത്രം. നല്ല സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പഠനം തുടർന്നു പോയി. പക്ഷെ അന്ന് എൻ്റെ കൂടെ തീരെ പഠിക്കാൻ മിടുക്കന്മാരല്ലാത്ത പലരും ഉണ്ടായിരുന്നു. അവർ വലിയ ബിസിനസ്സുകാരും മുതലാളിമാരൊക്കെ ആയിരുന്നു. അവർ മക്കളൊക്കെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി പഠിക്കണ്ടേ. അവർക്ക് എന്നെക്കാളും ബുദ്ധിയുള്ളതുകൊണ്ട് അവർ നേരത്തെ പഠനം നിർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ദേവർ മോർ ബ്രില്യൻറ്റ്. ഇവിടെ ഇരുന്ന സമയം കളയേണ്ട തീരുമാനിച്ചു ദുബായിലൊക്കെ പോയി, ദുബായിലും ബിസിനസ്സൊക്കെ ചെയ്ത്.